Hello, good morning. Good morning. Morning, ma'am. Yes. 2 മിനിറ്റ് കഴിഞ്ഞു. എന്നിട്ടും ഇവിടെ നമുക്ക് 18 പേരെ കാണുന്നുള്ളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വരുന്നവരൊക്കെ വരട്ടെ. നമ്മളെവിടെ വരെ പഠിച്ചത് വല്ല ഓർമ്മയുണ്ടോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത്. എന്തോരം എടുത്തത് വല്ല ഓർമ്മയുണ്ടോ? ഉണ്ടോ? കഴിഞ്ഞ മൺഡേയിൽ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. സോ അതിന് മുന്നത്തെ മൺഡേ ആയിരിക്കും നമ്മൾ ക്ലാസ് ലാസ്റ്റ് ആയിട്ട് കയറിയത്. നമ്മൾ പരസ്പരം കണ്ടതും ക്ലാസ് കഴിഞ്ഞതും. ആരെങ്കിലും ഒന്ന് പറയോ? ജിസ്മി എവിടെ വരെ നമ്മൾ എടുത്തു എന്ന് പറയാമോ? എല്ലാവരും കൂടി പറയാത്തത് കൊണ്ട് ഒരാളുടെ പേര് വിളിച്ചു. ഇത് മാത്രം. ജിസ്മി, can you say? യസ്മി ഉണ്ടോ അവിടെ? ജിസ്മി, ജിസ്മി എന്നാണ് ഇവിടെ കാണുന്ന നിങ്ങളുടെ നെയിം കേട്ടോ. അതാണ് ഞാൻ വിളിച്ചത്. ജിസ്മി അവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഗംഗ ഉണ്ടോ? ഗംഗ മനു. ഈ പേരിലുള്ള ആളുകളൊന്നും അവിടെ ഇരിക്കുന്നില്ല. ഓണാക്കി വെച്ചിട്ട് പോയോ സൗണ്ട്? ഓക്കെ, സൗണ്ട് ഓൺ ആണല്ലോ. പിന്നെ എന്ത് ചെയ്യും? ആരും മിണ്ടാതെ എന്ത് ചെയ്യേ? ഒരാൾ ഗുഡ് മോർണിംഗ് പറയുമ്പോ തിരിച്ചു പറയുന്നത് മാത്രം ഞാൻ കേട്ടിട്ടുള്ളൂ. വിളിക്കുന്ന ആളുകളുടെ ഇമ്പോർട്ടൻസ് തൊട്ടല്ലേ മാം എടുക്കാനുള്ളത്? ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്നോട് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അതാണ്, എവിടെ തുടങ്ങിയാണ് അല്ലെങ്കിൽ എവിടെ വരെ ഇമ്പോർട്ടൻസ് തൊട്ടാണ് എടുക്കാനുള്ളത്. ഫസ്റ്റ് ഒരു പേജ് നമ്മൾ എടുത്തു കഴിഞ്ഞുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെ. ഫസ്റ്റ് പേജ് ആണ് നമ്മൾ എടുത്തു കഴിഞ്ഞത്. ആൻഡ് അടുത്ത ഒരു ഭാഗം നമുക്ക് ഫസ്റ്റ് പേജിൽ എന്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് പറയാമോ? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ്? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? സനീല പറയാമോ? ഇത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ 3rd 4th മോഡ്യൂൾസ് ഇച്ചിരി പാടാണെന്നല്ല, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹ്യൂമൻ റിസോഴ്സ്, പബ്ലിക് റിലേഷൻസ്, ഇതൊക്കെ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആണെന്ന്. ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ വ്യക്തതയോടെ പഠിക്കാൻ വേണ്ടി ഇന്ന് കോഴ്സുകൾ തന്നെയുണ്ട്. PROന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ, ഹ്യൂമൻ റിസോഴ്സ് HR കോഴ്സുകൾ, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ. അപ്പൊ ഇത്തരം കോഴ്സസ് ഒക്കെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ, എല്ലാം പറഞ്ഞ് നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ പല കാര്യങ്ങളെയും നമ്മൾ ഓർഗനൈസ് ചെയ്ത് മാനേജ് ചെയ്യാൻ വേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിനകത്ത് എല്ലാം വേണം അല്ലെ. എന്തൊക്കെ ഒരു ഓർഗനൈസേഷനിലെ റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഒരു ഓർഗനൈസേഷൻ ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഗോൾ. എന്ത് ലക്ഷ്യമാണോ ഓരോ ഓർഗനൈസേഷൻ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ മേ ബി സിംഗുലറും പ്ലൂറലും നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലക്ഷ്യം നേടാൻ വേണ്ടി സ്ഥാപിതമായ ഓർഗനൈസേഷൻസ് ഉണ്ട് ഇല്ലേ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എയിം ഇന്നതാണ്, ഞങ്ങൾ ഈ ഓർഗനൈസേഷൻ, ഈ ഒരു ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നൊരു ലക്ഷ്യം നേടാനാണ് എന്നുണ്ടാകാം. Otherwise, there will be a lot of goals. മറ്റ് എന്താ പറയാ, കുറച്ചധികം എയിംസ്, അതായത് ഗോൾസ്, ലക്ഷ്യം കൊണ്ട് ഫില്ലാക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഓർഗനൈസേഷൻസ്, ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ഓർഗനൈസേഷണൽ ഗോൾസ് ആണെങ്കിലും അത് അച്ചീവ് ചെയ്യുന്നതിന് ഓർഗനൈസേഷൻ ഹാസ് സെറ്റ് അപ്പ് സം റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് വിച്ച് ഹാവ് ടു ബി ഫോളോഡ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് എന്താ പറയാ ഫോളോ ചെയ്താൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ അച്ചീവ് ഇറ്റ്സ് എയിം. അതിന്റെ ആ ഒരു എയിം അതിന് നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ.
അപ്പൊ അതുപോലെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ചില റിസോഴ്സസ് ഉണ്ട്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നടത്തണമെങ്കിൽ അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് റിസോഴ്സസ് വളരെ അത്യാവശ്യമായിട്ടുണ്ട്. നമുക്കറിയാം മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ ആണ് അല്ലെ. മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. അതിൽ പണം വേണം അല്ലെ. കുറെ മെറ്റീരിയൽസ് വേണം, റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫിനിഷിംഗ് പ്രോഡക്ട്സോ എന്തെന്നെ ആയിക്കോട്ടെ, മെറ്റീരിയൽസ് വേണം, കുറെ മെഷീനറീസ് വേണം. ആൻഡ് ഓൾസോ മെൻ ഈസ് ദ ഇമ്പോർട്ടന്റ് ഓർ പൈവറ്റൽ കമ്പോണന്റ് എന്ന് പറയാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് മെൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരാളോ രണ്ടാളോ മൂന്നാളോ ഒന്നുമല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. ഓൾ ലെവൽസ് ഓഫ് നമ്മൾ ഏത് ബിസിനസ് ഓർഗനൈസേഷന്റെ ടോപ്പ് ലെവൽ തുടങ്ങി ബോട്ടം ലെവൽ ഉള്ള ആ ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ദെയർ ആർ ലോട്ട് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ അല്ലെ. ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെയെല്ലാം തന്നെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക. അതിനകത്ത് ഹ്യൂമൻ റിസോഴ്സസിന്റെ അപ്പോയിന്റ്മെന്റ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻസ്, ഇന്റർവ്യൂസ്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. അവരുടെ പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോ പ്രൊമോട്ട് ചെയ്യുന്നത്, ഡിമോഷൻസ്, അതായത് പ്രൊമോഷൻ പോലെ തന്നെ മറ്റൊന്നാണ് ബിസിനസ് ചെയ്യുന്ന എന്താ പറയാ ഡിമോഷൻസ്, അതായത് താഴേക്ക്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനമായിട്ടുള്ള സ്ഥാനം ഇറക്കാം, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താ പറയാ റിസൈൻ ചെയ്യുന്നത്, റെസിഗ്നേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. സ്റ്റാഫിങ്, റിക്രൂട്ട്മെന്റ് ഒക്കെ. അപ്പൊ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഇതിന്റെ പുറമെ ഒരു എംപ്ലോയീസ് വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ് ഓർ നോട്ട് ഇൻ ദ വർക്കിംഗ് സിറ്റുവേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഉള്ളില് ഈ പറയുന്ന എംപ്ലോയീസ് അവർ ചെയ്യുന്ന ജോലിയിൽ അവർ സംതൃപ്തരാണോ, അവർക്ക് അവരുടെ വർക്കിംഗ് സിറ്റുവേഷനിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടോ, ഇതെല്ലാം തന്നെ ഇതൊക്കെ കൂടി വരുന്നതാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊന്നുമല്ല, ഇഷ്ടം പോലെ കാര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ മാനേജ്മെന്റ് ആണ്, മാൻ പവർ മാനേജ്മെന്റ് ആണ്. ഈ മാൻ പവർ എന്ന് പറയുന്നത് വർക്കിംഗ് സ്റ്റാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ വിഭാഗത്തിലുള്ള എംപ്ലോയീസും പെടും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ മാനേജ് ചെയ്യുന്നതാണ്. നമ്മൾ പറഞ്ഞു അതത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ബിക്കോസ് ഇറ്റ് ഹാവ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആർ ഓഫ് ഡൈനമിക് നേച്ചർ. നമുക്കറിയാം മനുഷ്യന്മാരെന്ന് പറയുന്ന അവരുടെ സ്വഭാവ സവിശേഷതകൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവ രീതികളല്ല, ഡൈനമിക് നേച്ചറാണ് അല്ലെ. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവമാണ്. ഒരു മനുഷ്യൻ തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങൾ പ്രകടമാക്കും അല്ലെ. ആൻഡ് ഇറ്റ് വിൽ റിഫ്ലക്ട്. നമുക്കറിയാം കോഴ്സ് അത് നമ്മളുടെ വ്യത്യസ്തമായി വരുന്ന അല്ലെങ്കിൽ മാറി വരുന്ന നമ്മളുടെ ആ ഒരു മൂഡ് അനുസരിച്ച് നമ്മളത് നമ്മുടെ ജോലിയിൽ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് റിഫ്ലക്ട് ചെയ്യാതെ നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്ത് ആ ഓർഗനൈസേഷന് അതിന്റെ എയിം അല്ലെങ്കിൽ അതിന്റെ ഗോള്, ലക്ഷ്യം വെച്ചിരിക്കുന്ന ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. ദാറ്റ്സ് ഓൾ. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാവരും നമുക്കറിയാം ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു, ജോലി ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വീടുകളിലുള്ള ജോലി കൂടാതെ നമ്മൾ മറ്റെവിടെയെങ്കിലും നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നമുക്ക് ഉള്ള കഴിവുകളെ നമുക്ക് പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ നോക്കി നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനായിരിക്കാം? പല കാരണങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരാള് ജോലി അന്വേഷിക്കുന്ന, ജോലിക്ക് വേണ്ടി വരുന്നത്. ഒരു റീസണബിൾ സാലറിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെ. പിന്നെ അതിന് വേണ്ടിയിട്ട് ടു ഏൺ മണി, പൈസ സമ്പാദിക്കാനായിരിക്കാം. ടു ഗെറ്റ് എ ഗുഡ് എംപ്ലോയ്മെന്റ്, ഒരു നല്ല ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഒരു ബെറ്റർ പ്രോസ്പെക്ട്സ് ഇൻ അവർ ഫ്യൂച്ചർ, നമ്മുടെ ഭാവിയിൽ ഒരു നല്ല ഒരു എന്താ പറയാ ഒരു പ്രോസ്പെക്ട്, നമ്മൾ ഭാവിയിലെ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾക്ക് ഒരു പുരോഗതി അല്ലെങ്കിൽ ഉന്നതി ഇങ്ങനെ മാത്രം ജീവിച്ചാൽ പോരാ. ഒരേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അല്ല, ഇതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് ജീവിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടിയാകാം അല്ലെ. നമുക്ക് എന്താ പറയാ നമ്മളുടേതായ ഒരു കഴിവുകൾ പ്രകടമാക്കാനുള്ള ഒരു അവസരം അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാകാം. മറ്റ് പല രീതിയിലുള്ള ബെനിഫിറ്റ്സും ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ജോലിക്കൊക്കെ പോകുന്നത്. അപ്പൊ ഈ പറയുന്ന ആളുകളൊക്കെ മാൻപവറിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഹാർട്ട് ആൻഡ് എസെൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓഫ് ബീങ് എ മാനേജർ, ഒരു മാനേജർ ആകുക, ഹ്യൂമൻ റിസോഴ്സിന്റെ മാനേജർ ആകുക എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ഹാർട്ട് ആൻഡ് എസെൻസ്. അതായത് വളരെ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ അവരെ കൈകാര്യം ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ സക്സസിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇത്ര വരെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, 18 നിന്നും എണ്ണം 46. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് തന്നെ വീണ്ടും ഒന്നുകൂടി റീകളക്ട് ചെയ്തത്. ഓക്കെ,
We were waiting for you. കുറച്ചുകൂടി വൈകിയാണ് എല്ലാവരും കയറുന്നത്. കുറച്ച് നേരത്തെ കയറാൻ നോക്കുക കേട്ടോ. Then importance of human resource management ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ആണ് importance of human resource management. What are the importance of human resource management? എന്തിനാണ് human resource management അത്രയധികം പ്രാധാന്യം അതിന് കൊടുക്കുന്നത്? പ്രധാനമായിട്ടും there are three significance or three importance. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അകത്ത് അത് ആ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നിലകൊള്ളുന്നത് ഈ മൂന്ന് സിഗ്നിഫിക്കൻസിലാണ്. മൂന്ന് ഇമ്പോർട്ടൻസ് ആണ്: സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ആയിട്ട് മൂന്ന് രീതിയിലാണ്. എന്താണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? See, if you are managing the personnel, that means ജോലിക്കാരെ പേഴ്സണൽ സ്പെല്ലിംഗ് നോക്കുക, PRSONNEL ആണ് അല്ലെ, തൊഴിലാളികളെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്താൽ എന്ത് പറ്റും? ഇറ്റ് വിൽ ഇൻക്രീസ് ദ സോഷ്യൽ നീഡ്സ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ. തീർച്ചയായിട്ടും ഓരോ വ്യക്തികളുടെ സാമൂഹികപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് അവിടെ വർദ്ധിക്കുന്നത്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ നമുക്കൊരു സ്ഥാനം, ഒരു പൊസിഷൻ നമുക്ക് കിട്ടുന്നു. അതാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ. നല്ല രീതിയിൽ പേഴ്സണൽ മാനേജ്മെന്റുകൾ നടത്തിയാൽ, അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെയൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ എന്താ പറയാ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ വികസിക്കും അല്ലെ. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്കൊരു സോഷ്യൽ സിഗ്നിഫിക്കൻസ്, അതായത് ഒരു നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള നീഡ്സ് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും അതെന്തെയും അവരുടെ ഡിഗ്നിറ്റി, അവരുടെ അന്തസ്സ് ഇതൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ എനിക്കൊരു പൊസിഷൻ ആയിട്ട് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആളിൽ നിന്ന് ഒത്തിരി എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളുടെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കാൻ പേഴ്സണൽ മാനേജ്മെന്റിന് സാധിക്കും. അപ്പൊ നല്ല രീതിയിൽ മാനേജ് ചെയ്യും. പ്രോപ്പർ മാനേജ്മെന്റ് ആണ് അതിൽ വേണ്ടത്. എന്തിന്റെ പ്രോപ്പർ മാനേജ്മെന്റ് ആണ്? പേഴ്സണലിന്റെ. പേഴ്സണൽ മീൻസ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തൊഴിലാണ്. തൊഴിലാളികളെ നല്ല രീതിയിൽ, അവരുടെ തൊഴിലിനെയും തൊഴിലാളിയൊക്കെ നല്ല രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് the dignity of individuals by satisfying their social needs. ഓരോ വ്യക്തികളുടെയും സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ അന്തസ്സ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. അതാണ് സാമൂഹ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ്. നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ അല്ലെ, ഒരു ഓർഗനൈസേഷനിലെ ഒരു ജോലിക്കാരാണ്, മറ്റുള്ളവരെ നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ജോലി എന്താ പറയാ ചെയ്യുന്ന ആളാണ്, ഇഫക്റ്റീവായി ചെയ്യുന്ന ആളാണ്. അത് തൊഴിലാളികളുടെ മറ്റുള്ളവരുടെ കോവർക്കേഴ്സിന്റെ ഇടയിലൊക്കെ നമുക്കൊരു എന്താ പറയാ നമ്മളുടേതായ ഒരു ഡിഗ്നിറ്റിയെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ജോലി വേണ്ടത് അല്ലെ ഡിഗ്നിറ്റിയുടെ ഒരു ഭാഗമാണ് അല്ലെ, അങ്ങനെയല്ലേ? ഒരു ജോലി നമ്മുടെ ഡിഗ്നിറ്റിയുടെ ഭാഗമാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് പറയാമോ? ആണെന്ന് നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാം. ഹലോ, യെസ്. അപ്പൊ നമ്മുടെ സോഷ്യൽ നീഡ്സിനെ, നമ്മുടെ ഡിഗ്നിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഒരു ജോലി. അപ്പൊ അത് നല്ല രീതിയിൽ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യാം, മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും സോഷ്യൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതോടൊപ്പം ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ദ ഡിഗ്നിറ്റി, അവരുടെ അന്തസ്സിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്ത് പോകാനായിട്ട് പറയാം. ഓരോ പേജ് തീരുമ്പോൾ അതായിരിക്കും എളുപ്പം. കാരണം ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് എല്ലാം തീർന്നിട്ട് എനിക്ക് ബോറടിക്കും. ലാസ്റ്റ് എല്ലാം തീർന്നു കഴിയുമ്പോൾ മാർക്ക് ചെയ്യുമ്പോഴേ ഒരു ദിവസം മുഴുവൻ അത് മാർക്ക് ചെയ്യാൻ പോകും. അപ്പൊ എനിക്ക് ബോറടിക്കും. ക്ലാസ് എടുക്കുമ്പോൾ എടുക്കാത്തൊരു ഫീലിംഗ് വരും. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ പേജ് കഴിയുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകളോ അല്ലെങ്കിൽ പോയിന്റുകളോ അല്ലെങ്കിൽ ഹെഡിങ്സോ മാർക്ക് ചെയ്യാൻ പറയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് പോകുക. റൈറ്റ്, മനസ്സിലായോ പറഞ്ഞത്? അത് ഇമ്പോർട്ടന്റ് ആണ് എന്നിപ്പോ പറഞ്ഞു. സോഷ്യൽ സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ്? സോഷ്യൽ സിഗ്നിഫിക്കൻസ് നമുക്ക് എങ്ങനെ നേടാം? എന്തുകൊണ്ടാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില്? അത് ആ സെന്റൻസ് നമ്മൾ അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ഇനി പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. അതെങ്ങനെയാ? പ്രൊഫഷണൽ, നമ്മുടെ പ്രൊഫഷനെ ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഓർഗനൈസേഷനിൽ ലഭിക്കുന്നുണ്ട്. എങ്ങനെ? ബൈ ഫെസിലിറ്റേറ്റിംഗ് ഹെൽത്തി എൻവയോൺമെന്റ്, ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്. നമുക്കറിയാം, നമ്മളൊരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു നല്ല ചുറ്റുപാട് ഉണ്ടാകണം, നല്ലൊരു അന്തരീക്ഷം. എന്ന് വെച്ചാൽ നമ്മുടെ ടീമായിട്ട് പ്രവർത്തിക്കാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുശിപ്പുത്തുക അല്ലെങ്കിൽ പോരുത്തുക. അപ്പൊ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിലേക്ക് അല്ലെ രാവിലെ തന്നെ എന്തോ നിർബന്ധിതമായി പോകുന്നത് പോലെ തോന്നും. അതേസമയം നമ്മൾ എല്ലാവരും തമ്മിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ടീം വർക്കായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുമ്പോൾ, ഒരു ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് ഓരോ പുതിയ രീതിയിൽ നമുക്ക് പോകാനായിട്ട് നമ്മളെ
എന്തോ തമ്മിൽ എന്താ പറയാ അങ്ങോട്ടേക്ക് തള്ളുന്നുണ്ട്. ആ ഓർഗനൈസേഷനിലേക്ക് നമുക്ക് പോകാനും അല്ലെ അവിടെയുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതേസമയം നമുക്ക് ആ ഒരു വർക്കിംഗ് ഓർഗനൈസേഷനിൽ നല്ലൊരു എൻവയോൺമെന്റ് അല്ലെ, എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി സ്റ്റാഫുമായിട്ട് നല്ല രീതിയിൽ അല്ലെ നമ്മുടെ കോ വർക്കേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം, നല്ലൊരു റിലേഷൻ ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം. നമ്മളെ അവിടെ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പിടിച്ചു നിർത്തുന്ന ഏതോ ഒരു ശക്തി ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകും. അതെങ്ങനെ ഉണ്ടാകും? ബൈ പ്രൊവൈഡിങ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ് ടു ദ വർക്കേഴ്സ് ഓർ എംപ്ലോയീസ്. എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള ചുറ്റുപാട്, ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുക. നമ്മുടെ വർക്കേഴ്സ് ആണ്, അവരുടെ നീഡ്സും നമ്മുടെ നീഡ്സും ഒക്കെ ഒന്നാണ്. നമ്മൾ ജോലിക്ക് വരുന്നതും അവർ ജോലിക്ക് വരുന്നതൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ അപ്പൊ നമ്മൾ എല്ലാവരും തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യുക, അവര് ഒരുമിച്ച് പ്രവർത്തിക്കുക. ഇറ്റ് വിൽ പ്രൊമോട്ട് ദ ടീം വർക്ക് എമംഗ് ദ എംപ്ലോയീസ്. തീർച്ചയായിട്ടും എംപ്ലോയീസ് തമ്മിലുള്ള ഒരു ടീം വർക്ക് വർദ്ധിപ്പിക്കുന്നു. അതാണ് എന്ത് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വിളിക്കുക, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ഓർ പ്രൊഫഷണൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള തൊഴിൽ അല്ലെങ്കിൽ ആ ജോലി എന്നുള്ള ആ ഉദ്യോഗപരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ ഉണ്ടാകുക. ദാറ്റ് മീൻസ് നമ്മുടെ ടീമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്കൊരു എൻകറേജ്മെന്റ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. ബൈ പ്രൊവൈഡിങ്, എന്ത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്? ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നത്? ഈ 2 പോയിന്റ് മനസ്സിലായി. സോഷ്യൽ സിഗ്നിഫിക്കൻസും പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസും മനസ്സിലാകാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നിങ്ങളോട് ഇത് വീണ്ടും വീണ്ടും ആ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകളും അല്ലെങ്കിൽ മറ്റ് ഓരോ എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് പഠിക്കുന്ന അത്രയും ഈസി അല്ല. ഇതിനകത്തുനിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഓരോ കുഞ്ഞു പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിലും ആരുടെയും യാതൊരു രീതിയിലുള്ള റെസ്പോൺസ് ഞാനിവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തേത് ഒന്നുകൂടി പറയണം. ഓക്കെ, പറയാം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ആ 3ാമത്തേത് കൂടി ഒന്നുകൂടി പറയട്ടെ, എന്നിട്ട് എല്ലാവരും ഒരു പ്രാവശ്യം കൂടി പറയാം. ഇനി സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? പറയാം. എന്താണ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത്? ഇത് ഓർഗനൈസേഷന്റെ ഇത് ഫുൾഫിൽസ് ദ ഗോൾസ്. ഈ പറയുന്ന പോലെ തന്നെ എല്ലാം ഏത് കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ബിസിനസിന്റെ ലക്ഷ്യം തന്നെയാണ്. ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ എന്താണോ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ നേടുന്നത്. എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, മറ്റേതിലായിക്കോട്ടെ. പക്ഷെ ഏതൊരു റിസോഴ്സസിനെയും നമ്മൾ മാനേജ് ചെയ്യുന്ന അത്ര എളുപ്പമല്ല ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനെ ഹെൽപ്പ് ഇൻ ഫുൾഫില്ലിംഗ് ദർ ഗോൾസ് and also by creating right attitude among the employees. അതായത് നമുക്ക് ഇപ്പോ എന്താ പറയാ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ജോലിക്കാരുണ്ട്. ഇവർക്ക് മോട്ടിവേഷൻസ് കൊടുത്ത് എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യാം? അല്ല, വീട്ടിൽ മോട്ടിവേറ്റ് ചെയ്യണം. മോട്ടിവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് തൊട്ട് താഴെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, മോട്ടിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഉൾപ്രേരണ അവരിൽ നിന്ന് ഉണ്ടാക്കുക. അതിന് മോട്ടിവേഷൻസ് വേണം. അപ്പൊ വേണ്ട രീതിയിലുള്ള മോട്ടിവേഷൻസ് പല രീതിയിലും എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. നമുക്ക് എൻകറേജ്മെന്റ്, ജോലിയോടുള്ള ആ ഒരു എന്താ പറയാ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യണം. ആരുടെയെങ്കിലും ഫോഴ്സ് കൊണ്ട്, ആരുടെയെങ്കിലും എന്താ പറയാ തള്ളൽ കൊണ്ട്, ഉണ്ടൽ കൊണ്ട് മാത്രമായിരിക്കരുത് നമ്മൾ ജോലി ചെയ്യേണ്ടത്. അത് നമുക്ക് വേണ്ടിയിട്ടാണ്. എന്റെ കൂടി സാറ്റിസ്ഫാക്ഷൻ, ഞാൻ ആ ഒരു ജോലി ചെയ്ത് തീർക്കുമ്പോൾ എനിക്കുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ജോലികൾ ചെയ്യേണ്ടത്. അത് എന്താ ചെയ്യും? അത് ഹോസ്പിറ്റൽ, നമ്മുടെ എല്ലാ ഓർഗനൈസേഷനും, ഹോസ്പിറ്റൽസ് ഉൾപ്പെടെ എല്ലാ ഓർഗനൈസേഷനിലും അത് ആളുകളില് നമ്മൾ ചെയ്യുന്ന ജോലിക്കാരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ റൈറ്റ് ആറ്റിറ്റ്യൂഡ് എമംഗ് എംപ്ലോയീസ് ആണ്. നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം, നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ മനോഭാവം എംപ്ലോയീസിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ഓരോ വ്യക്തികളുടെയും എന്താ പറയാ ഒരു എന്താ പറയാ ആറ്റിറ്റ്യൂഡാണ്. ഓരോ വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക. അത് ഓർഗനൈസേഷന്റെ ഗോൾസ് ഫുൾഫിൽ ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗിവൺ ത്രൂ
ഇഫക്റ്റീവ് മോട്ടിവേഷൻ. അതെന്തിന്റെ രീതിയിലാണ് കൊടുക്കേണ്ടത്? ഇഫക്റ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻസിലൂടെയാണ്. എന്നാല് റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു മതിപ്പ്, അവിടെ ജോലി ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനോഭാവം, ആ ഓർഗനൈസേഷനെ കുറിച്ചുള്ള മനോഭാവം നല്ല രീതിയിലായിരിക്കണം, അല്ലെ? ആ നല്ല മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഓർഗനൈസേഷന് പറ്റുമോ? ബൈ ഗിവിംഗ് ഓർ ബൈ പ്രൊവൈഡിങ് ഇഫക്റ്റീവ് മോട്ടിവേഷൻ. നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അത് കൊടുക്കുക. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് 3 സ്റ്റാൻഡ് പോയിന്റ്സിൽ ബേസ്ഡ് ആണ്, അല്ലെ? 3 അടിസ്ഥാനപരമായിട്ടുള്ള 3 പോയിന്റുകളിൽ അടിസ്ഥാനമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്നത് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡ് പോയിന്റ് പറയുന്നത് പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ, proper management of human resource or proper management of manpower will increase the dignity by satisfying the social needs. ആളുകളുടെ സാമൂഹ്യപരമായിട്ടുള്ള സ്റ്റാറ്റസ് എന്ന് പറയാം, അല്ലെങ്കിൽ അന്തസ് എന്ന് പറയാം, അത് വർദ്ധിപ്പിക്കും. എങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഈ പേഴ്സണൽസിനെ നമ്മൾ മാനേജ് ചെയ്താൽ. അതാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. ഇത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ആളുകളെ, അതായത് എംപ്ലോയീസിനെ, അവരുടെ ഡിഗ്നിറ്റി, അവരുടെ അന്തസ് വർദ്ധിപ്പിക്കുന്നത്, അതോടൊപ്പം തന്നെ അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് എന്താ പറയാ ഈക്വൽ ആണ്. അതാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. ഇപ്പൊ മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞപ്പോ മനസ്സിലായോ? ഇനി മനസ്സിലാവാത്തവരുണ്ടോ? ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ, ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്ക്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് സോഷ്യൽ നീഡ്സിനെ എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈ ചെയ്യുന്നു. നമ്മുടെ സ്റ്റാറ്റസിനെ വർദ്ധിപ്പിക്കുന്നു. ഡിഗ്നിറ്റി എന്ന് പറയുന്ന അന്തസ് വർദ്ധിപ്പിക്കുന്നു. ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ജോലിക്ക് അതിൻ്റെതായ അന്തസ്സുണ്ട്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി, നമ്മൾ എന്താ ജോലി ചെയ്യുന്നത്? വീട്ടിലിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ ഇന്ന് ഒരു ഏതെങ്കിലും തരത്തില് നമ്മുടെ ഇക്കോണമിക്ക് സേവനം ചെയ്യുക, നമ്മുടെ നാടിന് വേണ്ടി ഒരു സേവനം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിനെ വർദ്ധിപ്പിക്കും, ജീവിത നിലവാരം ഉയർത്താൻ പറ്റും എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന, നമ്മുടെ അന്തസ്സിനെ എന്താ പറയാ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. അത് രണ്ടും നമ്മൾ കണക്ട് ചെയ്താൽ മതി. സോഷ്യൽ നീഡ്സ്, ഡിഗ്നിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ആണ്. പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് എന്താണ്? ബൈ പ്രൊവൈഡിങ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്. നല്ല രീതിയിലുള്ള ചുറ്റുപാട് കൊടുത്താൽ ഇറ്റ് വിൽ പ്രൊമോട്ട് ദ ടീം വർക്ക് എമംഗ് ദ എംപ്ലോയീസ് തമ്മിലുള്ള ടീമായിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് രണ്ടാമത്തെ. അപ്പൊ എന്താണ് രണ്ടാമത്തെ? നിങ്ങൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. പ്രൊഫഷണൽ, നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥപരമായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെ കിട്ടുന്നത്? നമുക്ക് ബൈ പ്രൊവൈഡിങ്, നമുക്ക് കിട്ടുന്നത് അത് എവിടെയാ? നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റ് നല്ലതായിരിക്കുമോ? നമുക്ക് പ്രവർത്തിക്കാൻ, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരെല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് അവരുമായിട്ട് നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പിൽ നമ്മളൊരു ടീം വർക്ക് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ there should be some effective and also healthy working environment. അതാണ് എന്തിൽ കിട്ടാൻ നമുക്ക്? രണ്ടാമത്തെ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് കിട്ടുക. ആൻഡ് the third one is significance for individual enterprise എന്ന് പറയുന്നത് it will help the organization to fulfill its goal. നമുക്കറിയാം ഏത് ഓർഗനൈസേഷനും അതിൻ്റെതായ ലക്ഷ്യം നേടിയെടുക്കണം. അത് നേടിയെടുക്കണമെങ്കിൽ it will create a right attitude among the employees. എങ്ങനെയാണ് ആ ഗോൾസ് നേടിയെടുക്കാനായിട്ട്? ആളുകളുടെ ഇടയിൽ, എംപ്ലോയീസിന്റെ ഇടയിൽ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മനോഭാവം നല്ല രീതിയിലായിരിക്കണം. ഓർഗനൈസേഷനെ സംബന്ധിച്ച് എനിക്ക് എന്റെ ഓർഗനൈസേഷനിൽ നിന്ന് എനിക്ക് എന്താ പറയാ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും, അല്ലെ? എന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, എന്റെ എന്താ പറയാ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും എനിക്ക് എന്റെ ഓർഗനൈസേഷനെ സമീപിക്കാം എന്നുള്ള ഒരു ബന്ധം, ഒരു ആത്മബന്ധം ആ ഓർഗനൈസേഷനോട് ഉണ്ടായിരിക്കണം. അത് പ്രൊവൈഡ് ചെയ്യാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം വർക്കേഴ്സിനെ, എംപ്ലോയീസിനെ. അതാണ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ 3 സ്റ്റാൻഡ് പോയിന്റ് ആണ് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസിലുള്ളത്. ഏതൊക്കെയാ? സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ഇനി മനസ്സിലാവാത്തവരുണ്ടോ? ആ 3 പോയിന്റും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടാ. അത് 3ഉം ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾക്ക് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. ഡാഷ് ക്യാൻ ഹെൽപ് ദ ഓർഗനൈസേഷൻ ബൈ fulfilling the goals by creating effective right attitude among the employees എന്നുള്ളത് through effective motivation എന്നൊക്കെ ആയിരിക്കും ചോദ്യമായിട്ടൊക്കെ വരിക. അപ്പൊ ആ ഡാഷ് ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ അത് ചോദിക്കാം. അണ്ടർലൈൻ ചെയ്തോ? 3 യെസ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ 3 എണ്ണത്തില്?
ഇല്ല. Now we are going to ഇനി നമ്മൾ എന്താ പറയാ, അപ്പൊ നമ്മള് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, ആ ഇമ്പോർട്ടൻസ് 3 എണ്ണത്തില് അടിസ്ഥാനമാണ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഒരു ഓൾഡ് കോൺസെപ്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു ഡിഫറൻസ് ആണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഇതിങ്ങനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ, എന്താണ് എന്താണ് ഇത് രണ്ടും രണ്ടായിട്ട് പറയുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു, അല്ലെങ്കിൽ ഈസ് ദർ എനി സിമിലാരിറ്റി ബിറ്റ്വീൻ ദീസ് ടു? ഇത് തമ്മിൽ എന്തെങ്കിലും സാമ്യമോ അല്ലെങ്കിൽ എന്താ പറയാ സാമ്യമില്ലായ്മയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. എന്താണ് PM എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്, HR എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് 2 ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിൽ, എത്രത്തോളം തൊഴിൽ ഒരു എന്താ പറയാ ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ട്. മെഷീൻ ഓപ്പറേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനേജ്മെന്റ് ആണ്. അതായത് മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആണ് എന്ത് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിലും പല രീതിയിലുള്ള പ്രൊഡക്ഷൻസ് നടക്കുന്നത്, ഉൽപാദനങ്ങളൊക്കെ നടക്കുന്നത് അല്ലെ. അപ്പൊ പ്രൊഡക്ഷൻ നടക്കുന്നതിന് ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്താണ്? മെഷീൻസ് ആണ്. അപ്പൊ മെഷീൻ ഓപ്പറേറ്റേഴ്സുമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ HRM എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. എന്താ? തീരുമാനങ്ങൾ എടുക്കാനാണ്. ഈ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഡെവലപ്മെന്റ് ആവശ്യമുണ്ടോ, ട്രെയിനിങ് വേണോ, പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ വേണം. അപ്പൊ തീരുമാനങ്ങളും എടുക്കാനുള്ള അല്ലെങ്കിൽ ആ തീരുമാനങ്ങൾ എടുക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടും രണ്ടാണ്. മറ്റേതേതാ? ഓപ്പറേഷൻ ഓഫ് മെഷീൻസ്, അതായത് മെഷീൻ ഓപ്പറേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനേജ്മെന്റ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ് എങ്കിൽ ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഫസ്റ്റ് 2 ഡിഫറൻസ്? ആദ്യത്തെ ആ 2 ഡിഫറൻസ് മനസ്സിലായോ? പേഴ്സണൽ മാനേജ്മെന്റും HR തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് മനസ്സിലായോ? മെഷീൻ ഓപ്പറേറ്റേഴ്സുമായി കൺസേൺഡ് ആണ് ഫസ്റ്റത്തേത്, അല്ലെങ്കിൽ മെഷീൻ ഓപ്പറേറ്റേഴ്സുമായിട്ടുള്ള മാനേജ്മെന്റ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ്. എന്നാൽ it is concerned with the decision makers. ഏതില്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഡിസിഷൻ മേക്കേഴ്സ് ആണ്. കാരണം മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആസ് എ ഹോൾ അല്ലെ, മാൻ പവറിന് മൊത്തത്തിലുള്ള എന്താ പറയാ മാനേജ്മെന്റ് ആണ്. അപ്പൊ അവിടെ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സസിനെ മൊത്തം സംബന്ധിക്കുന്നതായതുകൊണ്ട് പല കാര്യങ്ങളിലും മാൻ പവറിനെ കുറിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതിനുവേണ്ടിയുള്ള മാനേജ്മെന്റ് ആണ്. ഓക്കെ. ഇനി സെക്കൻഡ് ഡിഫറൻസ് എന്താണ്? ഇറ്റ് ഈസ് പേഴ്സണൽ മാനേജ്മെന്റ് ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ് അല്ലെ. പണ്ടൊക്കെ ട്രേഡ് യൂണിയൻസ് ഓർഗനൈസേഷൻസിൽ ഭയങ്കര സജീവമായിരുന്നു എന്ന് പറയാം. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് എന്താ പറയാ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വർക്കേഴ്സിനോടൊക്കെ എന്തെങ്കിലും ട്രീറ്റ് ചെയ്യാവരെ മോശമായി പെരുമാറുക അല്ലെ. അപ്പൊ അവർക്കൊക്കെ എല്ലാവരും കൂടി വേണ്ടിയിട്ട് അവരൊരു യൂണിയൻ പോലെ അവര് ക്രിയേറ്റ് ചെയ്യും, എംപ്ലോയീസ് യൂണിയൻ. അതെ. അപ്പൊ എംപ്ലോയീസ് യൂണിയൻ ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ അവരുടേതായ നീഡ്സ്, ആവശ്യങ്ങൾ വരുമ്പോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ, ബാർഗെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോൺടാക്ട് ഈച്ച് അതർ അല്ലെ. അവര് തമ്മിൽ ഒരുമിച്ച് ചേർന്ന് അവര് പരസ്പരം കോൺടാക്ട് ചെയ്ത് അവരുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് എന്ത് ചെയ്യുന്നു? യൂണിയൻസ് വഴിയാണ് അവരെന്ത് ചെയ്യുക? അത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. അപ്പൊ പണ്ടത്തെ ഒരു കാര്യമാണ് ട്രേഡ് യൂണിയൻ. ഇന്ന് അത്രയധികം ഇല്ല എങ്കിലും ചിലയിടത്തൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റ് ആ ഒരു ഇതിലുള്ളതാണ്. ഏത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ആണ്. എന്നാൽ നമുക്ക് അതിന്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നത് HRMന്റെ ആ ഒരു റിലേഷൻഷിപ്പ് ആരെങ്കിലാണെന്ന് നോക്കിയാൽ പെട്ടെന്ന് ക്ലിയർ ആകും. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയറെ നമുക്ക് തൊഴിൽ തരുന്നവരും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻ ആണ് HRM എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ഡിഫറൻസ് ഇതാണ്. പേഴ്സണൽ മാനേജ്മെന്റില് റിലേഷൻ ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ആണെങ്കിൽ HRMല് റിലേഷൻ ബിറ്റ്വീൻ ആരൊക്കെയാണ്? എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആണ്. ഓക്കെ. ആൻഡ് ഇനി തേർഡ് ഡിഫറൻസ് എന്താണ്? മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ ഓഫ് സ്റ്റാഫ് ഈസ് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റിൽ തൊഴിലാളികളെ മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും താഴെയാണ്, ബോട്ടം ലെവലാണ്.
ഏറ്റവും ബോട്ടം ലെവലിലുള്ള അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള സ്റ്റാഫിനെ മാത്രമേ മാനേജ് ചെയ്യുന്നുള്ളൂ. കാരണം അവരാണ് ഡയറക്ട്ലി ഓപ്പറേറ്റിംഗ് ദ മെഷീൻസ്. അവരാണ് ഏറ്റവും ബോട്ടം ലെവലിലുള്ള അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള എംപ്ലോയീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്ത് ഉൽപാദന പ്രക്രിയയില് പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സിൽ ഡയറക്ട്ലി ബന്ധമുള്ളവര്. സോ അവർ മാത്രം മാനേജ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഒന്നാമത്തെ ആ ഡിഫറൻസ് എന്താ പഠിച്ചത്, മെഷീൻ ഓപ്പറേറ്റേഴ്സിന്റെ മാനേജ്മെന്റ് ആണെന്ന് പഠിച്ചു. സോ ഹു ആർ ദ മെഷീൻ ഓപ്പറേറ്റേഴ്സ്? ദേ ആർ ദ ലോവർ ലെവൽ സ്റ്റാഫ്, ലോവർ ലെവൽ എംപ്ലോയീസ്. ലോവർ ലെവലിലുള്ള എംപ്ലോയീസ് ആണ് ഈ മെഷീൻ ഓപ്പറേറ്റേഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരെയാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ മാനേജ് ചെയ്യുന്നത്. ആൻഡ് HR അങ്ങനെയാണോ? അല്ല. ഓൾ ലൈൻ ഓഫ് സ്റ്റാഫ്, എല്ലാ ലെവലിൽ ഓഫ് സ്റ്റാഫ്, ടോപ്പ് തുടങ്ങി ഏറ്റവും ബോട്ടം ലെവലിലുള്ള എന്താ പറയാ സ്റ്റാഫിനെയും നമ്മൾ മാനേജ് ചെയ്യണം. ഏതില്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് എന്നാൽ നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്നത് അത്രയും അധികം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഓൾഡ് കൺസെപ്റ്റ്. ഒരു പഴയ രീതിയിലുള്ള കോൺസെപ്റ്റ്. ഇന്ന് ആ കോൺസെപ്റ്റ് ഒക്കെ മറിഞ്ഞ് ഇന്ന് അതിനെ ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പുതിയ രീതിയിൽ എന്ന് പറയുമ്പോൾ ബോട്ടം ലെവലിലുള്ള ആളുകൾ എംപ്ലോയീസിനെ മാത്രം മാനേജ് ചെയ്താൽ പോരാ. ഇന്ന് ഓർഗനൈസേഷൻസിന്റെ വലിപ്പം കൂടി, അവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജീസിന്റെ എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോൾ ആ രീതിയിലുള്ള ടെക്നിക്കൽ ഫീൽഡ് ഒക്കെ വളർന്നു. സോ ഒരുപാട് ലെവൽ ഓഫ് എംപ്ലോയീസിനെ ഒരു ഓർഗനൈസേഷനിൽ ഉൾപ്പെടുത്തുമ്പോൾ എല്ലാ ലെവലിലുള്ള ആളുകളെയും മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായി വന്നു. അപ്പൊ ബോട്ടം ലെവലിലെ ആളുകളെ മാത്രം മാനേജ് ചെയ്താൽ പോരാ. അവിടെ മാത്രമല്ല തൊഴിൽ നടക്കുന്നത്, മറ്റ് പല മേഖലകളിലും പല രീതിയിലുള്ള ജോലികളും നടക്കുന്നുണ്ട്. സോ ദേ ഓൾ ഹാവ് ടു ബി മാനേജ്ഡ്. എല്ലാവരെയും മാനേജ് ചെയ്യണം. മാനേജ് ചെയ്തില്ലെങ്കിൽ ഇവിടെ കുഴപ്പമുണ്ടാകും. അവരുടെയും കൂടിയും എന്താ പറയാ ഉൽപാദന പ്രക്രിയയിൽ അല്ലെങ്കിൽ ഏറ്റവും ബോട്ടം ലെവലിലുള്ള ആളുകളെ എംപ്ലോയീസിനെ മാത്രം മാനേജ് ചെയ്ത് നമുക്ക് ബിസിനസിന്റെ ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് പിന്നീട് കുറെ അങ്ങോട്ട് വളർന്നപ്പോ ആളുകൾക്ക് മനസ്സിലായി, ബിസിനസ്മാൻമാർക്ക് മനസ്സിലായി, ഓണ്ടർപ്രണേഴ്സിന് മനസ്സിലായി കാര്യങ്ങള്. ഇവിടെ മാത്രമല്ല എന്താ പറയാ അഴിമതികൾ നടക്കുന്നേ. അതായത് ഒരു ജോലി ചെയ്യാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അവരിൽ മാക്സിമം അവരെ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള അവരെ പിഴിഞ്ഞിങ്ങോട്ട് എടുക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലത്ത്. പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ്, അല്ലെ? ഒരു ബിസിനസ് ഓറിയന്റഡ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ തിരിഞ്ഞാലും പല രീതിയിലുള്ള ബിസിനസ് കൊണ്ട് ഡെവലപ്ഡ് ആകുന്ന ആളുകളെയും സമൂഹത്തെയും നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? നമ്മൾ പണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പണ്ട് എവിടെയാണ് നമ്മൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലം, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാകാം, അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ എന്താ പറയാ മാനേജ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലമായിരിക്കാം. നമ്മൾ വന്ന ആ ഒരു കാലഘട്ടത്തില് പോലെ ആയിരിക്കും ഇന്ന് നമ്മുടെ ആ ചുറ്റുപാടൊക്കെ നിങ്ങളൊന്ന് വീക്ഷിച്ചാൽ മനസ്സിലാകും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഈ പ്രദേശമൊക്കെ ഇങ്ങനെയായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്നത് കുറച്ച് വർഷങ്ങളായിട്ടുള്ളവരാണെങ്കിൽ പിന്നീട് കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ മാറിയോ ഇവിടെയൊക്കെ. ഒത്തിരി പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ പലരും കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആണോ? ഞങ്ങളുടെയൊക്കെ ഇവിടെ അങ്ങനെയാട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണോ? അതെ. അപ്പൊ നമ്മൾ പറയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ്, അല്ലെങ്കിൽ ഒരു ഇക്കോണമിയിലാണ്. അപ്പൊ ഇത്തരം ബിസിനസ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കാരണം എന്താണെന്നറിയോ? എന്താണ് ഈ ആളുകളെല്ലാം ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ? പല എന്താ പറയാ ജോലിയുള്ള ആളുകൾ പോലും ഇടയ്ക്ക് സൈഡിൽ കൂടി ഒരു ബിസിനസ് ചെയ്യും, അല്ലെ? ഒത്തിരി ബിസിനസിന്റെ ഒക്കെ വലിയ ബിസിനസ് സംരംഭങ്ങളുടെ വലിയ കമ്പനീസിന്റെ ഒക്കെ അംബാസിഡേഴ്സ് ആയിട്ടൊക്കെ ഒരുപാട് നമുക്ക് അറിയാവുന്ന ആളുകളൊക്കെ വരെയുണ്ട്. വൈ? വാട്ട് ഈസ് ദ റീസൺ? എന്താണ് ബിസിനസ് എന്ന് പറയുന്നത്? പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, അല്ലെ? നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിൽ, നല്ലൊരു ബിസിനസ്മാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മറ്റേതാ നമുക്ക് ഒരു സ്ഥലത്ത് ജോലിക്ക് പോവാണെങ്കിലോ നമുക്കൊരു ഫിക്സഡ് ഇൻകം ആണ്. അത് നമുക്ക് മന്ത്ലി സാലറി ആണ്, അതൊരു ഫിക്സഡ് ഇൻകം ആണ്. ദർ ഈസ് നോ ഇൻക്രീസ്, അല്ലെ? അത് പെട്ടെന്ന് വലിയ മാറ്റമൊന്നുമില്ല. അതേസമയം ഒരു ബിസിനസ് പച്ചപിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ നിന്നുണ്ടാക്കാവുന്ന പ്രോഫിറ്റിന്റെ അളവെന്ന് പറയുന്നത് ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് ഹ്യൂജ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇന്ന് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുക, ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുക, ബിസിനസ് ചെയ്യുക, അല്ലെ? കുറച്ച് കാശുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ചെയ്ത് അതില് ഡെവലപ്ഡ് ആകുന്ന ആളുകളുണ്ട്. അങ്ങനെ വന്നപ്പോ ബിസിനസ്സിന് ഇത്രയധികം അങ്ങോട്ട് എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ബിസിനസ്സിലെ കുറച്ച് വളർച്ച വന്നു കഴിഞ്ഞപ്പോ നമുക്കറിയാം എന്ത് കാര്യവും കൂടുതലായി കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളൊക്കെ അതിനകത്ത് നടക്കും, ഉള്ളിൽ നടക്കും.
അപ്പൊ അതുപോലെ ഉള്ളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സസുമായിട്ട് എന്താ പറയാ മനുഷ്യന്മാരെ എംപ്ലോയീസുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവര് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാതെ ഇരിക്കുന്ന സമയം ഉണ്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെ കണ്ടെത്തി ഇതിനൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പണ്ടത് ഉണ്ടായിരുന്നില്ല. ജോലി അതായത് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നവരുമായിട്ട് അവർക്കാണ് കൂടുതൽ പണി. മറ്റവരൊക്കെ നല്ല എന്താ പറയാ ഓഫീസ് സ്റ്റാഫ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എഴുത്തുകുത്ത് പണിയൊക്കെ ഉള്ളൂ, അത് എപ്പോഴെങ്കിലൊക്കെ അവർ ചെയ്യട്ടെ, അതിന് വലിയ കൺസിഡറേഷൻ കൊടുക്കുന്നില്ലായിരുന്നു പണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയില്ല. ഇന്ന് ഓൾ ലെവൽ ഓഫ് എംപ്ലോയീസിനെ മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പോലെയുള്ള ഇത്തരം കോഴ്സസ് തന്നെ ഇന്ന് പഠിക്കാനുണ്ട്. കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ കോഴ്സുകൾ? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും 6 months ഒക്കെ കോഴ്സുകളുണ്ട്. കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്കറിയാം, ഈ മനുഷ്യന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാണ്. മനുഷ്യന്മാരെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറയാം എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ കൂടുതലും നമുക്ക് എങ്ങനെയാണ് മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, മാനേജ് ചെയ്യാൻ പറ്റുക. പക്ഷെ ഇതൊന്നും മാനേജ് ചെയ്തില്ല, വേണ്ട അങ്ങനെ പോട്ടെ, അവരവരുടെ രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചാലും കാര്യമില്ല. മനസ്സിലായോ? സോ അവിടെ എന്ത് നടക്കും? അവിടെ പല രീതിയിലുള്ള എന്താ പറയാ അഴിമതികൾ നടക്കും. ബിസിനസ് ഓർഗനൈസേഷന്റെ കാശൊക്കെ വെച്ചിട്ട് കളിച്ചിട്ട് അവർ കുറെ ഹ്യൂജ് ക്യാപിറ്റലൊക്കെ ഇറക്കിയിട്ടായിരിക്കും ഓരോ ബിസിനസ്സുകാരും ബിസിനസ് തുടങ്ങിയിട്ട് അവരുടെ ആ ഒരു ഉദ്ദേശിക്കുന്ന ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കാതെയൊക്കെ പോകും. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും. അത് വളരെ വലിയ വലിയ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, ചെറിയ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അതിനൊക്കെ വളരെ എന്താ പറയാ നല്ല ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന കോഴ്സസ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പണ്ടുണ്ടായിരുന്നു, ഇല്ലാന്നല്ല, അത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന ആ ഒരു ചെറിയ ഭാഗത്ത് മാത്രം ഒതുങ്ങി കഴിഞ്ഞുവെങ്കിൽ ഇന്ന് ഇത്ര വൈഡായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഓൾ ലൈൻസ് ഓഫ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇന്ന് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ മനസ്സിലായോ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതിന്റെ ഡിഫറൻസ് മനസ്സിലായോ? ഏതെങ്കിലും പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് വളരെ ക്ലിയർ കട്ടായിട്ട് അവിടെ ആ ഒരു എന്താ പറയാ ടേബിൾ വരച്ച് നമുക്കത് കാണിച്ചു വെച്ചിട്ടുണ്ട്. സോ ആ ടേബിൾ ഒന്ന് ടിപ്പ് ഇട്ടോ എഴുതി വെച്ചേക്കാം. അവിടെ എന്താ പറയാ അത് നോട്ട് ചെയ്യേണ്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടിട്ടുണ്ട്. ക്ലിയർ? Yes. Okay. Yes. Next നമുക്ക് പഠിക്കാനുള്ളത് 2-3 ഡെഫിനിഷൻസ് ആണ് റിഗാർഡിംഗ് പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്താണ്? അപ്പൊ നമ്മൾ രണ്ടും, അതായത് ഒന്നിന്റെ അഡ്വാൻസ്ഡ് ഫോം ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഏതിന്റെ? പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം ആണ്, അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഏത് HRM എന്ന് പറയുന്നത്. അത് മനസ്സിലായോ നിങ്ങൾക്ക്? പണ്ട് ഇതിനെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അത്രയധികം വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ബോട്ടം ലെവൽ, ലോവർ ലെവൽ ഓഫ് എംപ്ലോയീസിനെ മാത്രം മാനേജ് ചെയ്ത് അങ്ങനെ ബിസിനസ് നടന്നു പോയിരുന്നു. എന്നാൽ ഇന്ന് ബിസിനസിന്റെ സൈസ് കൂടി അല്ലെ, ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തു അല്ലെ, ഒരുപാട് ബിസിനസ് വളർന്നു, ഡെവലപ്ഡ് ആയി. സോ ആ ഓൾഡ് കൺസെപ്റ്റിനെ മാത്രം ആശ്രയിച്ചിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലാന്ന് മനസ്സിലായത് കൊണ്ട് ഒരു പുതിയ ന്യൂ വേർഡ് ഒക്കെ കൊടുത്ത് ഒരു പുതിയ കോൺസെപ്റ്റിലേക്ക് അതിനെ കൊണ്ടുവന്നു. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഒന്നിന്റെ എന്താ പറയാ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രൂപം, ഒരു മോഡിഫൈ ചെയ്ത രൂപം. മനസ്സിലായോ? പണ്ടത്തെ കമ്പ്യൂട്ടർ നമ്മളിപ്പോ ഇരിക്കുന്ന എന്തിന്റെയൊക്കെ മുമ്പിലാണ് പലരും ഫോൺ എന്താ പറയാ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് കാണാനായിട്ട് ഇരിക്കുന്നത്. കുറച്ചു പേരൊക്കെ നമ്മളുടെ ലാപ്ടോപ്പിൽ ഇരിക്കുന്നുണ്ടായിരിക്കും, കുറച്ചു പേര് നമ്മളുടെ എന്താ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഇതിനൊക്കെ ഒരു പൂർണ്ണീകരണം അവിടെ അല്ലേ? അത് കാൽക്കുലേറ്ററിന്റെ ഒരു ഫോർമാറ്റിലാണ് പണ്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസുകളും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു ആശയത്തെ പിന്തുടർന്നിട്ടാണ് ഈ പറയുന്ന ഏത് പുതിയ പുതിയ കാര്യങ്ങളും ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആയിരുന്ന പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്ത് ബിസിനസിന്റെ സൈസും മറ്റു കാര്യങ്ങളൊക്കെ ഡെവലപ്ഡ് ആയപ്പോ, ടെക്നോളജീസ് ഒക്കെ ഡെവലപ്ഡ് ആയപ്പോ അതിനനുസരിച്ചാണ് എന്ത് മാറ്റം കൂടി വന്നത്? ഓൾ ലെവൽസ് ഓഫ് എംപ്ലോയീസിനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം വന്നത്.
ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കുറച്ച് എന്താ പറയാ പേഴ്സണൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ആവുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം കേട്ടോ. 3 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എഡ്വിൻ ഫ്ലിപ്പോ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. പേരൊന്ന് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. അവിടെ ആ പേരിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ മാറ്റി കൊടുത്തിരുന്നു. ചിലരുടെ പുസ്തകത്തിൽ ചിലപ്പോൾ മാറി വന്നിട്ടുണ്ടായിരിക്കാം, ചിലരുടെ ബുക്കിൽ ഉണ്ടാവില്ല, മാറിയിട്ടുണ്ടാവില്ല. അവിടെ ഒന്ന് എഴുതേണ്ടത് 2 നമ്പർ പേരൊന്ന് കറക്റ്റ് ചെയ്തത് നമുക്ക് ഡെഫിനേഷൻ പറയാം കേട്ടോ. എഡ്വിൻ ഫ്ലിപ്പോ, EDWIN, എഡ്വിൻ ഫ്ലിപ്പോ, FLIPPO ആണ്, യു അല്ലാതെ എഡ്വേർഡ് ഫ്ലിപ്പോ അല്ല, എഡ്വിൻ ഫ്ലിപ്പോയും. ആൻഡ് മൂന്നാമത്തെ നമ്പർ ഇട്ടിരിക്കുന്ന പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡെഫിനിഷനിൽ ദ ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ സ്റ്റീഫൻ ഡൺ എന്നാണ്. സ്റ്റീഫൻ ഡൺ എന്നാണ്. ഡൺ ആൻഡ് സ്റ്റീഫൻസ് എന്നാണ് ഇവിടെ കിടക്കുന്നത്. അതൊന്ന് മാറ്റി എഴുതുക. ഇതൊന്ന് മാറ്റിയിട്ട് അവിടെ എന്ത് എഴുതണം? സ്റ്റീഫന്റെ പേര് ആദ്യം എഴുതുക. ഡൺ ഒറ്റ പേരാണ്, ആൻഡ് അല്ല, ഒറ്റ പേരാണ്. സ്റ്റീഫൻ ഡൺ എന്ന് എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? കറക്റ്റ് ചെയ്തോ എല്ലാവരും? കറക്റ്റ് ചെയ്ത ഇത് വെച്ചിട്ടാണ് കേട്ടോ വായിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ചിലർക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള എഡിഷൻ ആയിരിക്കാം, നിങ്ങളുടെ ബുക്സിന്റെ കോപ്പീസിൽ കിട്ടിയിരിക്കാം. ചിലർക്ക് ചിലപ്പോൾ അത് പഴയ ഇതിൽ തന്നെ ആയിരിക്കാം. അന്ന് തിരുത്തിയാൽ മതി, നമുക്ക് അത്രയല്ലോ, പ്രശ്നമൊന്നുമില്ല. നമ്മളത് തിരുത്താനുണ്ടെങ്കിൽ അത്രയും തിരുത്തി പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, so let's see the definitions. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ? ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്, പിന്നെ 2 ആളുകൾ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻസും ഉണ്ട്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താ? It is the management which carries out effective control and the use of manpower as distinguished from any other sources of power. അതായത് നമുക്കറിയാം, ഒരുപാട് കുറെ കാര്യങ്ങൾ ഒരു ബിസിനസ് നടത്താനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ആവശ്യമുണ്ട്. എന്നാൽ ഈ പറയുന്ന പല കാര്യങ്ങളെയും പല പവേഴ്സിനെയും നമ്മൾ നോക്കുമ്പോൾ ആ ഇത്തരം സോഴ്സസ് ഓഫ് പവറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാൻ പവറിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക, മാക്സിമം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏത് മാനേജ്മെന്റ്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാൻ പവറിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അപ്പൊ മാൻ പവറിനെ കൺട്രോൾ ചെയ്യുക ആൻഡ് ഓൾസോ മാക്സിമം യൂസ് ഓഫ് മാൻ പവർ. മാൻ പവർ പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ലോവർ ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ്. അവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക, അവരിൽ ഇഫക്റ്റീവായിട്ടുള്ള കൺട്രോൾ കൊണ്ടുവരിക. ഒരു സമയത്തിന് ജോലിക്ക് വരുന്നതിന് പോകുന്നതിന് സമയം ഉണ്ടായിരിക്കും ഇല്ലേ? ഉണ്ടോ? തോന്നിയ പോലെയാണോ? എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ പോകുന്നു ജോലിക്ക്, എനിക്ക് ഇച്ചിരി നേരത്തെ പോകണം, അപ്പൊ ആ സമയത്തിന് പോകുന്നു. അല്ല, നമുക്ക് അതിന് എന്തെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്ത് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മളല്ലാതെ അത് ചെയ്യാൻ വേറൊരാളില്ല എന്നുള്ളൊരു ഘട്ടം വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഇച്ചിരി നേരത്തെ പോകുന്നോ അല്ലെങ്കിൽ ലീവായിട്ടൊക്കെ നമ്മൾ ജോലിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പരമാവധി നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരെയൊക്കെ ഏൽപ്പിച്ച് നമ്മൾ ജോലിക്ക് പോകും. ബിക്കോസ് എന്താണ് കാരണം? നമ്മൾ ആ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട്, അതിനൊരു കൃത്യനിഷ്ഠ പങ്ക്ച്വാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് പോകണം എന്നുള്ള ഒരു കാര്യമുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ, അപ്പൊ അങ്ങനെ ഒരു കൺട്രോളും മറ്റു കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മാൻ പവറിൽ കൊടുക്കുക. ആൻഡ് ഓൾസോ മാക്സിമം അവരെ യൂസ് ചെയ്യുക. മാക്സിമം യൂസ് ചെയ്യുക പറഞ്ഞാൽ അവർ ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കി കൊടുത്ത് അവരിൽ നിന്നും മാക്സിമം ഔട്ട്പുട്ട് നേടിയെടുക്കാനൊക്കെ ശ്രമിക്കുക. അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഡെഫിനിഷൻ. അപ്പൊ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് which carries out the effective control and also the use of manpower. നല്ല രീതിയിൽ മാൻ പവർ ഉപയോഗിക്കുക, ഇഫക്റ്റീവ് ആയിട്ട് അവരെ കൺട്രോൾ ചെയ്യുക. ഏതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? മറ്റു സോഴ്സസ് ഓഫ് പവറിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. മറ്റെന്തിനേയും നമുക്ക് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ ഈ ചാപ്റ്റർ തുടങ്ങിയ ഫസ്റ്റ് പേജിൽ പറഞ്ഞു, മനുഷ്യന്മാരെ ഒരു റൂമിൽ വെച്ചിരിക്കുന്ന ഒരു ടെംപ്ലേറ്റ്, ദാറ്റ് മീൻസ് എ മെഷീൻ, ഒരു മെഷീൻ പോലെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നല്ല. ആണോ? അല്ല അല്ലെ? നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മെഷീനറിയെ, ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന മെഷീനെ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാം അല്ലെ? ഇത് ഓഫ് ചെയ്യണമെന്ന് എനിക്കിപ്പോ തോന്നിയാൽ എനിക്കിത് ഓഫ് ചെയ്യാം.
അല്ലെ? പക്ഷെ ഞാൻ പറയുന്നത് നിർത്തണമെങ്കിൽ എന്റെ ഒരു സമയവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും മറ്റു സാധനങ്ങളെ പോലെ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ മറ്റു സോഴ്സസ് ഓഫ് പവറിനേക്കാൾ ഉപരി മാൻ പവർ ഹാവ് ടു ബി ഇഫക്റ്റീവ്ലി കൺട്രോൾഡ് ആൻഡ് ഓൾസോ ഇഫക്റ്റീവ്ലി യൂസ്ഡ്. മാൻ പവറിനെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന മാനേജ്മെന്റ്. ഒന്നാമത്തെ ഡെഫിനിഷൻ ക്ലിയർ ആണോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ വേഗം പറയാം. ക്ലിയർ? 3 ഡെഫിനിഷനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 3 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് പറയാനുണ്ട് കേട്ടോ. ഒന്ന്, ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻസ് 3 പറഞ്ഞു. ആ 3 ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? 3 സിഗ്നിഫിക്കൻസ്: സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. അത് 3 പറഞ്ഞു. രണ്ടാമത് നമ്മൾ ഒരു പെട്ടിയാണ് പറഞ്ഞത്. പേഴ്സണൽ മാനേജ്മെന്റും HRM തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വേഴ്സസ് ആണ് കേട്ടോ. ഡിഫറൻസ് പറഞ്ഞു. അത് 3 ഇമ്പോർട്ടന്റ്. അത് പെട്ടി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. ഒരു കോമൺ ഡെഫിനിഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് മാനേജ്മെന്റ് വിച്ച് ക്യാരീസ് ഔട്ട് ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ. അത്രയും ഓർത്താൽ മതി. ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ. മറ്റേത് ബാക്കി ഭാഗം എന്താ? ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം എനി അതർ സോഴ്സസ് ഓഫ് പവർ. മറ്റ് ഏത് എന്താ പറയാ ശക്തി സ്രോതസ്സുകളെ അപേക്ഷിച്ച് അതിനെയൊക്കെ മാറ്റി നിർത്തിയാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മാനേജ് ചെയ്യപ്പെടേണ്ടത്, ഇഫക്റ്റീവായി കൺട്രോൾ ചെയ്യേണ്ടത്, മാക്സിമം യൂസ് ചെയ്യേണ്ടത് മാൻ പവർ ആണെന്നാണ് പേഴ്സണൽ മാനേജ്മെന്റ് പറയുന്നത്. നൗ ഈസ് ഇറ്റ് ക്ലിയർ? എന്തോ ക്ലിയർ ആയോ? ഇതിന്റെ ഈ ഒരു കുറച്ച് ഭാഗം മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇതിന്റെ ബാക്കി സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പൊ നിങ്ങൾ വേമ്പെടുത്തോടെ പോകുന്നു. ഇത് ഇത്രയും ഇച്ചിരി ആ ഡെഫിനിഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത്രയും കുറച്ച് കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന പറയുന്നത്. ചിലർക്ക് അതൊക്കെ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. ബിക്കോസ് ഇതിനെ ഇത്രയും പ്രാവശ്യം പറയണേന്ന് ചിലത് പോരടിക്കുന്നുണ്ട്. കുറച്ച് ഇതുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ചില സയൻസിലെ കുട്ടികൾ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരെയും എന്താ പറയാ ആലോചിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും മനസ്സിലായവര് ഒന്ന് നമുക്ക് ക്ഷമിക്കണം കേട്ടാ, കാരണം അങ്ങനെയാണത്. യെസ്, ദെൻ ഒന്നും കേറുന്നില്ലത്. സഫീറ വൈ എന്താ ഒന്നും കേറാത്തെ? നമ്മളെ സംബന്ധിക്കുന്ന കാര്യം, നമ്മളൊരു ജോലി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ ജോലിക്കൊക്കെ കയറാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഇതൊക്കെ ആയിരുന്നോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ആ ടീച്ചർക്ക് പറഞ്ഞത്? ഇതൊക്കെ ആയിരുന്നോ? അതൊക്കെ വിചാരിക്കും നിങ്ങൾ അന്നേരം. അപ്പൊ ആലോചിച്ചോ കേട്ടാ. അപ്പൊ ഇത് നമ്മളെ സംബന്ധിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, വായിച്ചു നോക്കിയാൽ മനസ്സിലായി. ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരു ബിസിനസ്സിനകത്ത്. ഇവിടെ ഒത്തിരി ജോലിക്കാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്. അപ്പൊ അത് തന്നെ, അത്രയുള്ള കാര്യം. അതെ, ബികോമിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ സയൻസ് എടുത്തവർക്കായിരുന്നു ഇച്ചിരി കൺഫ്യൂഷൻസ് വരാം. അവർക്ക് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ തിരിയുള്ളൂ. അവർക്ക് കെമിസ്ട്രിയിലെ എന്താ പറയാ കുറച്ച് കെമിക്കൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനോ അല്ലെ അങ്ങനെയൊക്കെ ആയിരിക്കും. അതാണ് കുഴപ്പം. പിന്നെ ബയോളജി ആണെങ്കിൽ ബയോളജിയിൽ കുറെ ജീവജാലങ്ങളുടെ പേരുകളും മറ്റു കാര്യങ്ങളും അതിന്റെ സയന്റിഫിക് നെയിംസും ഒക്കെ ആയിരിക്കും. അവർക്കൊക്കെ ബയോളജിക്കൽ നെയിം ഒക്കെ ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കാം. അതാണ്, രണ്ടും വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും നമുക്ക് ഇതും കാര്യങ്ങൾ അറിയണ്ടേ, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ സയൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ കൊമേഴ്സ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എന്നല്ല. ഇന്നത്തെ കാലത്തെ ഇതെല്ലാം അറിയണം. പണ്ട് നമുക്ക് പറയാമോ, ഞാൻ ഇത് നോക്കണില്ല കാരണം എനിക്ക് മാത്സ് അറിയില്ല, കാരണം ഞാൻ മാത്സ് ഒന്നും അല്ല, ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്താ മാത്സ് പഠിച്ചിട്ട് ഞാൻ പോയി ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചു. ഇതൊക്കെ പണ്ട്. ഇന്ന് അങ്ങനെയല്ല. നമ്മളുടെ ഒരു ലൈഫിൽ നമ്മൾ എല്ലാ മേഖലകളിലും കുറച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞിരിക്കും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ എഡ്വിൻ ഫ്ലിപ്പോ. ഇനി പേഴ്സണൽ മാനേജ്മെന്റിന് മറ്റൊരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് എഡ്വിൻ ഫ്ലിപ്പോയാണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം പറയുന്നത് കുറെ കാര്യങ്ങൾ പറയുന്നത്. പ്ലാനിങ്, മുൻകൂട്ടി പ്ലാൻ ചെയ്യുക എന്നാണ്. പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, മുൻകൂട്ടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓർഗനൈസിങ്, അറേഞ്ച്മെന്റ്, ഡയറക്ടിങ്, കൺട്രോളിങ്, പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ്, സെപ്പറേഷൻ. എന്തിന്റെ? ഇതെല്ലാം ഏതിന്റെ? ഹ്യൂമൻ റിസോഴ്സസിന്റെ. എന്തിനാ? ഒരു ഓർഗനൈസേഷൻ അതിന്റെ എന്താ പറയാ, അതിന്റെ കുറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എപ്പോഴും പറയുന്നത് തന്നെ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ
സാമൂഹ്യപരമായിട്ടുള്ള ലക്ഷ്യങ്ങളാകാം, ബിസിനസിന്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളാകാം, ഇൻഡിവിജ്വൽ അതായത് വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളാകാം. ഒരു ബിസിനസിന്റെ എല്ലാ തരത്തിലുള്ള ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിനെ ഈ രീതിയിലൊക്കെ അങ്ങനെ ആക്കുക. ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, നല്ല രീതിയിൽ ഡയറക്ട് ചെയ്യുക, അവർക്ക് വേണ്ട ജോലി ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക, അവരെ ഈ രീതിയിൽ ആ വഴിക്ക് ഈ വഴിക്കൊക്കെ നയിക്കുക, അവരെ കൺട്രോൾ ചെയ്യുക, അവരെ പ്രൊക്യൂർ ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ, കൂടുതൽ എംപ്ലോയീസിന് വേണമെങ്കിൽ നമ്മളത് റിക്രൂട്ട്മെന്റിലൂടെ സെലക്ട് ചെയ്തൊക്കെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ അവരുടെ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, ഓരോ ബിസിനസ്സിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ കയറിയ എന്ന് തുടങ്ങി ഒരു ജോലി ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നേട്ടമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഡെവലപ്ഡ് ആവാൻ നോക്കണം, അല്ലെ? അങ്ങനെയാണ് പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കുന്ന ആളുകൾക്ക്, അല്ലെ? അങ്ങനെയല്ലേ ഒരു ബിസിനസ്സില് പണ്ട് ഇന്ന ആളായിട്ട് ഞാൻ ജോലിക്ക് പ്യൂണായിട്ട് കയറി, ഇപ്പൊ അവിടെ വരെ എത്തി, എന്താ പറയാ, മാനേജർ വരെ എത്തി. ആ ലെവലിലേക്ക് നമുക്ക് ഉയരാനായിട്ട് പറ്റണം, അല്ലെ? അവിടെയാണ് എന്ത് ഉണ്ടാകുന്നത്, കണ്ട HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ജിനി ജോണിയുടെ ഹസ്ബൻഡ്. ഓക്കെ. കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. കാരണം അവിടെ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത്, മാനേജ് ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, ഡയറക്ട് ചെയ്ത്, ഹ്യൂമൻ റിസോഴ്സിനെ പ്രൊക്യൂർ ചെയ്യുന്നത്, അവരുടെ ഡെവലപ്മെന്റ്, അവർക്ക് വേണ്ടി വരുന്ന കോമ്പൻസേഷൻ. അവരുടെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ജോലി ചെയ്തെങ്കിൽ അതിന് എന്ത് കിട്ടണം, റീസണബിൾ കോമ്പൻസേഷൻ കിട്ടണം. അതെന്റെ അവകാശമാണ്. ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ സാലറി കിട്ടണം, വേണ്ടേ? ആണ്, തീർച്ചയായിട്ടും അതാണ്. അല്ലാതെ സേവനമല്ല നമ്മൾ കാണിക്കുന്നത്, അല്ലെ? അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്ക് അവരുടെ കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക നല്ല രീതിയിൽ. ആൻഡ് ഓൾസോ അവരെ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ പറയാ, ഓർഗനൈസേഷനിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത്. സെപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നിർത്തി പോവുക, അല്ലെങ്കിൽ റിസൈൻ ചെയ്തു പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും സെപ്പറേഷൻസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് പഠിക്കാൻ കിട്ടും. കുറെ ഉണ്ട് കാര്യങ്ങൾ. സെപ്പറേഷൻ നമ്മൾ ആദ്യം കേട്ടേണ്ടത് റിട്ടയർമെന്റും, അതുപോലെ തന്നെ എന്താ പറയാ റെസിഗ്നേഷൻസ്, അതുപോലെ ഡിസ്മിസൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അല്ലാത്തതും കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എൻഡ് ഓഫ് ദ ചാപ്റ്റർ നമുക്ക് അതും പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് എഡ്വിൻ ഫ്ലിപ്പോ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷനാണ്, അദ്ദേഹമാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഓക്കെ. എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂ ഒരേപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യത്തെ മനസ്സിലാക്കി, ഞാൻ അതിൽ നിന്ന് ഒരു ഡെഫിനിഷൻ എന്താ പറയാ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കണമെന്നില്ല വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവില്, അല്ലേ? നമ്മൾ പണ്ടത്തെ കാര്യമൊന്നും ആലോചിച്ചൊക്കെ നിങ്ങള് ഭൂമിയുടെ പഠനത്തെ കുറിച്ചിട്ട്, അല്ല ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് ഒരുപാട് ആളുകളൊക്കെ ഓരോ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തു, അല്ലെ? കടൽ മാർഗം സഞ്ചരിച്ചവരുണ്ട്, ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞു, സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ അനുഭവത്തിൽ നിന്ന്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കണ്ടെത്തലുകളാണ് നമുക്ക് പഠിക്കാനായിട്ട്, ഹിസ്റ്റോറിക്കലായിട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അന്ന് നമ്മൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കുറെ ആളുകൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് അത് ഒരു ബേസിക് ആയിട്ട് എടുത്ത് പിന്നെ അതിനെ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്ത് അതിന്റെ കൂടുതൽ എക്സ്പെരിമെന്റ്സുകൾ നടത്തി കൂടുതൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തും. അങ്ങനെയല്ലേ? അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് കൺസെപ്റ്റ് ആണ്. തീർച്ചയായിട്ടും പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാൻ പവറിനെ കൺട്രോൾ ചെയ്യുക, മാൻ പവറെ പരമാവധി ഉപയോഗിക്കുക. അത് ഇങ്ങനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇനി അത് എന്ത് ചെയ്തു, ആ പേഴ്സണൽ മാനേജ്മെന്റിനെ കുറച്ചുകൂടി വേറെ രീതിയിലേക്ക് ഡിഫൈൻ ചെയ്യാൻ എഡ്വിൻ ഫ്ലിപ്പോ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനേജ്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത് ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്ലാനിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, മാനേജ്മെന്റ്, ഓർഗനൈസിങ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, സെപ്പറേഷൻ, ഇതെല്ലാം ചേർന്നതാണ് എന്നാണ് അങ്ങനെ പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എഡ്വിൻ ഫ്ലിപ്പോന്റെ ഡെഫിനിഷൻ ഇങ്ങനെ ഓരോരുത്തരുടെ എഴുതി ചോദിക്കാം. അക്കോർഡിംഗ് ടു ഡാഷ്, ഇന്ന ആളുടെ അഭിപ്രായ പ്രകാരം പേഴ്സണൽ മാനേജ്മെന്റ് is the planning, development, compensation, integration, separation of human resources to the end that individual, organization and social objectives are achieved or fulfilled. ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ബിസിനസ് ഓർഗനൈസേഷന്റെ വ്യക്തിപരമായതും സംരംഭപരമായതും സാമൂഹ്യപരമായതുമായിട്ടുള്ളതുമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്ലാനിങ്, ഡയറക്ടിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിന്റനൻസ് എന്നിവയൊക്കെയാണ് എന്നാണ് ഫ്ലിപ്പോ പറയുന്നത്. എഡ്വിൻ ഫ്ലിപ്പോ. Yes, I think ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും. ആൻഡ് ദ തേർഡ് ഡെഫിനേഷൻ ഈസ്, മൂന്നാമത്തെ ഡെഫിനേഷൻ എന്താ, ആരും കൊടുത്തിരിക്കുന്നത് സ്റ്റീഫൻ ഡൺ ആണ്.
സ്റ്റീഫൻ ഡൺ ആണ്, ഡൺ ആൻഡ് സ്റ്റീഫൻസ് എന്നല്ല. ആൻഡ് അക്കോർഡിംഗ് ടു, അപ്പൊ നോക്കിയേ, അപ്പൊ എഡ്വിൻ ഫ്ലിപ്പോ പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂവില് ഒരു പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡെഫിനേഷൻ കൊടുത്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി മറ്റൊരാളാണ് സ്റ്റീഫൻ ഡൺ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ എങ്ങനെയാണെന്ന് നോക്കിയേ. അങ്ങനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചത് കൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നു. പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് attracting, holding and motivating people that are involves all line of staff, that means including the managers and also the line staff. അതായത് അങ്ങനെ കുറച്ചും കൂടി ഡെഫിനിഷനെ ചുരുക്കി, പക്ഷെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് സ്റ്റീഫൻ ഡൺ കൊടുത്തിരിക്കുന്ന എന്താ പറയാ ഡെഫിനിഷനിൽ. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് അട്രാക്ടിങ്, അതായത് പുറത്തുനിന്നുള്ള എംപ്ലോയീസിനെ, കൂടുതൽ ആളുകളെ ഓർഗനൈസേഷനിലേക്ക് എന്ത് ചെയ്യുക, അട്രാക്റ്റീവ് ആക്കുക. എന്നാ അട്രാക്റ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക, അല്ലെ? ഒരു പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് അവിടെ ഒരു ജോലി കിട്ടിയാൽ നല്ലതായിരുന്നു, അല്ലെ? അവിടെ ഇന്ന കാര്യങ്ങളുണ്ട്, അവിടെ ഒരു ജോലി കിട്ടിയാൽ നമ്മള് ലൈഫ് സെറ്റ് ആണ് എന്നൊക്കെ വിചാരിക്കൂലേ? അപ്പൊ കൂടുതൽ ആളുകളെ ആ ജോലിയിലേക്ക് അട്രാക്ട് ചെയ്യുക. ഈ അട്രാക്ട് ചെയ്താൽ മാത്രം പോരാ, 1 മാസം 2 മാസം ജോലി ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇട്ടിട്ട് പോകണം, അല്ലെ? അത് പാടില്ല. ഹോൾഡ് ചെയ്യണം, അവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. അപ്പൊ പിടിച്ചു നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? മോട്ടിവേറ്റിംഗ് പീപ്പിൾ, കൂടുതൽ മോട്ടിവേഷൻസ് അവർക്ക് കൊടുക്കണം. അപ്പൊ ഈ രീതിയിൽ എല്ലാ സ്റ്റാഫിനെയും, മാനേജേഴ്സ് തുടങ്ങി എല്ലാവരെയും ഹോൾഡ് ചെയ്ത് എന്താ പറയാ ഇങ്ങനെ വെക്കാനുള്ള ഒരു പ്രോസസ്, അതിനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് സ്റ്റീഫൻ ഡൺ പറഞ്ഞത്, അല്ലെ? കുറച്ചുകൂടി എന്താ ഭംഗിയായ ഒരു ഡെഫിനിഷനാണ് സ്റ്റീഫൻ ഡൺ കൊടുത്തിരിക്കുന്നത്, അല്ലെ? കുറച്ച് ഭംഗിയായെന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞത് കൊണ്ടാണോ? അല്ല, കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുന്ന ഡെഫിനിഷൻ. ബിക്കോസ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രോസസ് ഓഫ് അട്രാക്ടിങ്, ആളുകളെ ആകർഷിക്കുക, ആകർഷിച്ച ആൾക്കാരെ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യുക, ആൻഡ് ഓൾസോ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻസ് കൊടുക്കണം, അല്ലെ? നമ്മുടെ വീടുകളിൽ നമ്മള് എന്താ പറയാ വീട്ടമ്മമാരോടാണ് വീട്ടില് ഇരുന്നിട്ട് നമ്മള് കഞ്ഞിയും ചോറ് വെക്കും, കറികൾ വെക്കും, പല ഡിഷസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യും. യൂട്യൂബിലും അതും ഇതൊക്കെ ഉണ്ടല്ലോ, നോക്കി ട്രൈ ചെയ്യും, അല്ലെ? വൈകുന്നേരം അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്സിന് നമ്മൾ സെർവ് ചെയ്ത് കൊടുക്കുമ്പോൾ, കുട്ടികൾക്ക് ഹസ്ബൻഡിന് സെർവ് ചെയ്ത് കൊടുക്കുമ്പോൾ, കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുമ്പോൾ അവര് സൂപ്പർ ആണല്ലോ, നല്ലതാണല്ലോ, അല്ലെ? ഇത് അങ്ങനെ അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ആണ്, തീർച്ചയായിട്ടും, അല്ലേ? അങ്ങനെയല്ലേ? അത് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഒരു വീട്ടില് നമുക്ക് അങ്ങനെ കിട്ടുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ, അല്ലെ? ഇങ്ങനെയുള്ള ചില വാചകങ്ങളായിരിക്കാം നമുക്കത് കൂടുതൽ മോട്ടിവേറ്റഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാൻ നമുക്കൊരു പ്രചോദനമാണ്, അല്ലേ? അതുപോലെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അവിടെ ആളുകളെ നമുക്ക് കൂടുതൽ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അവിടെ ജോലിക്ക് ആരും പോകരുന്നത്, അവിടുത്തെ കാര്യങ്ങൾ ഇവരൊക്കെയാണ് എന്ന് 10 ആൾ അല്ലെങ്കിൽ മറ്റൊരാളിൽ നമ്മൾ കേട്ടാലോ അവിടെ അട്രാക്ഷൻ ഇല്ല ഓർഗനൈസേഷനിലേക്ക്. ഇപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ, എല്ലാവരെയും ഇങ്ങനെ അട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാ മാനേജേഴ്സ് ആയിക്കോട്ടെ, ലൈൻ സ്റ്റാഫ് എല്ലാവരെയും ഇത് ആക്കുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് ആരുടെ ഡെഫിനിഷൻ? സ്റ്റീഫൻ ഡണ്ണിന്റെ ഡെഫിനിഷൻ. ക്ലിയർ ആയോ? സ്റ്റീഫൻ ഡണ്ണിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആയോ? 3 ഡെഫിനിഷൻസും അണ്ടർലൈൻ ചെയ്തിരിക്കാം, 3 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്. അടുത്ത 30 മിനിറ്റ്സ് കൂടി ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പറ്റട്ടെ. ഒരു 2 മിനിറ്റ് കൊടുക്കാം. 2 മിനിറ്റ് പോയേക്ക് 47 പേരും കൂടി ഉണ്ട്. 47 പേരെയും എനിക്ക് കാണണം. ആരും ഏത് വ്യത്യാസമില്ല. ഒരു ഹാഫ് ആൻ അവർ കൂടി ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്താണ്. വേണോ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയി പോകണം. അത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് ഉണ്ടാവില്ലായിരിക്കും. ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ 2 മിനിറ്റ് കേട്ടോ കുറച്ച് വെള്ളം കുടിച്ചിട്ട് നിങ്ങളും വെള്ളം കുടിച്ചൊന്ന് എഴുന്നേറ്റൊക്കെ നിന്നിട്ട് വരാം. റിസോഴ്സ് മാനേജ്മെന്റ് തലക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഒന്നുകൂടി കേട്ടതൊക്കെ എന്താണെന്ന് ഒന്ന് ഇതാക്കുക കേട്ടാ. ഓക്കെ, പോവരുതേ. 47 പേരുണ്ടായിരുന്നു.
Yes. ആൾക്കാര് കാണാനില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം വീണ്ടും. അപ്പൊ നമ്മള് 3 ഡെഫിനിഷൻസ് ആണ് ഇപ്പോ ഇത്രയും നേരം പഠിച്ചത്. ഒന്നാമത്തേത് ഒരു കോമൺ ഡെഫിനിഷൻ ആണ്, അവിടെ ആദ്യം പേരും തന്നിട്ടില്ല. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് which carries out an effective control and also the use of manpower which is distinguished from any other sources of power. മറ്റേതെങ്കിലും പവേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നതിനെ പരമാവധി മാൻ പവറിനെ പരമാവധി കൺട്രോൾ ചെയ്യുക, പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് ഒരു ഡെഫിനിഷൻ. എഡ്വിൻ ഫ്ലിപ്പോ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ദ പ്ലാനിങ്, ഡയറക്ടിങ്, കൺട്രോളിംഗ്, പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, compensation, maintenance, integration and also separation of human resources to the individual, organizational and societal objectives are fulfilled. അല്ലെ, ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യപരമായിട്ടുള്ള, ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക, ഡയറക്ട് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എഡ്വിൻ ഫ്ലിപ്പോ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പേഴ്സണൽ മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. And according to Stephen Dunn പറയുന്നു personal management എന്ന് പറയുന്നത് it is the attracting, holding and motivating people which involves all managers, line and staff. എല്ലാ മാനേജേഴ്സിനെയും ലൈൻ എംപ്ലോയീസിനും എല്ലാവരെയും ഒരുമിച്ച് അട്രാക്ട് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുമുള്ള ഒരു പ്രോസസ്, അതിനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് അവിടെ 3 കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്റ്റീഫൻ ഡൺ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡെഫിനിഷനിൽ 3 കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി എടുത്ത് പറയുന്നത് അട്രാക്ടിങ്, ഹോൾഡിങ്, മോട്ടിവേറ്റിംഗ്. ഹൗ, എങ്ങനെയാണ് അട്രാക്ടിങ്, എങ്ങനെയാണ് ഹോൾഡിങ്, എങ്ങനെയാണ് മോട്ടിവേറ്റിംഗ് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അട്രാക്ടിങ് പീപ്പിൾ, എങ്ങനെ അട്രാക്ടിങ് പീപ്പിൾ, എങ്ങനെ നമുക്ക് പുറത്തുള്ള തൊഴിലാളികളെ ഒരു ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും? ബൈ ഓഫറിംഗ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ് അല്ലെ. അതായത് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര സാലറി ഉണ്ട്, ഈ സാലറി അത് പൈസയായിട്ട് പണമായിട്ട് കൊടുക്കും, മോണിറ്ററി ടേംസിൽ കൊടുക്കും. അതല്ലാതെ നോൺ മോണിറ്ററി ആയിട്ടുള്ള മറ്റ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസും ഉണ്ട്. ഇല്ലേ, ഉണ്ടോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ എവിടെയെങ്കിലും? കേട്ടോ, ബിസിനസ്സിനകത്ത് ഒരു ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്താൽ അവിടെ നമുക്ക് സാലറി മാത്രം അല്ലെങ്കിൽ വേജസ് മാത്രമാണോ നമുക്ക് കിട്ടുന്നത്? ആണോ? ഇന്നത്തെ കാലത്ത് അല്ല, എക്സ്ട്രാ ബെനിഫിറ്റുകൾ കൂടി അവർക്ക് കിട്ടുന്നുണ്ട്. നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്, വർഷത്തിൽ ഒരിക്കലും എല്ലാ സ്റ്റാഫിനും വെച്ചൊരു ടൂർ കൊണ്ടുപോകുക, നോൺ മോണിറ്ററി ആണ്, പൈസ ആയിട്ടല്ല തന്നെ. നമുക്ക് ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യും. ഓക്കെ, അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല, അങ്ങനെ കൊണ്ടുപോകുന്നു. അത് നോൺ മോണിറ്ററി റിവാർഡാണ്. ഇനി മറ്റേതെങ്കിലും രീതിയിലുണ്ടോ? കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മക്കളൊക്കെ ഉള്ള എന്താ പറയുക ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക. അതും കാശായിട്ട് കൊടുക്കുന്നതല്ല, എന്തെങ്കിലും തിങ്സ് ആയിട്ടൊക്കെ കൊടുക്കുന്നു. അതൊക്കെ ഒരു ബെനിഫിറ്റുകളാണ്. അപ്പോൾ ബൈ പ്രൊവൈഡിങ് മോണിറ്ററി ഓർ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് വി ക്യാൻ അട്രാക്ട് പീപ്പിൾ ടു ദ ഓർഗനൈസേഷൻ. അപ്പൊ ഇങ്ങനെ ഓഫർ ചെയ്തുകൊണ്ട് ആളുകളെ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓർഗനൈസേഷന്റെ ബിസിനസ്സിലേക്ക് ജോലിക്കാരായിട്ട് നമുക്ക് അട്രാക്ട് ചെയ്തിട്ട്. അതാണ് അട്രാക്ടിങ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്? ആ ഡെഫിനിഷൻ അങ്ങോട്ട് പറഞ്ഞപ്പോ അത് എന്താണെന്ന് കൂടി അവിടെ എടുത്ത് വിശദീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ് ആണ്. എന്താ ഹോൾഡിംഗ് ആൻഡ് റീറ്റെയിനിങ്? ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ?
അതായത് ജോലി കിട്ടി, ആ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനെന്ന് പറഞ്ഞ പോലെ എന്താണ് കുറച്ച് ദിവസത്തെ ജോലിക്ക് മടുത്തു എന്നൊരു ചിന്ത അവിടെ വരാൻ പാടില്ല ആളുകൾക്ക്. എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? ബൈ പ്രൊവൈഡിങ് or by improving the working environment. അതായത് നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിന്റെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നല്ലൊരു സിറ്റുവേഷൻ, അതായത് അവിടെയുള്ള വർക്കേഴ്സ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിലുള്ള ആളുകളാണ്, നമ്മളോട് ടീമായിട്ട് പ്രവർത്തിക്കാൻ എന്താ പറയാ പറ്റിയ ആളുകളാണ്, അവരെ വേറെ രീതിയിലുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയെടുക്കണം ആളുകളില്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. പേഴ്സണൽ മാനേജ്മെന്റ് നല്ല രീതിയിൽ നടന്നില്ല എങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിലാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടർച്ച, അല്ലെ, വഴക്ക്, ബഹളം, നല്ല രീതിയിൽ എന്താ പറയുക ഒരു നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് നമുക്ക് അവിടെ കിട്ടില്ല. അപ്പൊ അവിടുത്തെ അന്തരീക്ഷം, ആ വർക്കിംഗ് എൻവയോൺമെന്റ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ ഹോൾഡ് ദ എംപ്ലോയീസിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് തരാൻ സാധിക്കും. അതാണ് ആ ഹോൾഡിംഗ് എന്നതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ. And the third one is motivating എന്ന് പറയുന്ന ഒരു വേർഡ് കൂടി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് മോട്ടിവേറ്റിംഗ്? അതായത് ബൈ ഫോളോയിങ് പ്രോഗ്രസീവ് പ്രാക്ടീസസ്, അതായത് ഹ്യൂമൻ റിസോഴ്സസിന് അല്ലെങ്കിൽ ഈ പറയുന്ന എംപ്ലോയീസിനെയൊക്കെ ഒരു ഓർഗനൈസേഷന് അതിൻ്റെതായ ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അല്ലെ, വരുന്നതിന്, അല്ലെ, നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രവേശിക്കുന്ന, ജോലിക്ക് വരുന്ന സമയം, പോകുന്ന സമയം, മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ, ഇതൊക്കെ എന്താ പറയാ എംപ്ലോയീസിന്റെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കൂടി കണക്കിലെടുത്തിട്ട്, എന്ന് വെച്ചാൽ ആളുകൾ ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മളുടേതായ ഒരു തൃപ്തിയുണ്ട് ഒരു എന്ത് ജോലി ചെയ്യുമ്പോഴും, അതിന് ഉതകുന്ന രീതിയിലുള്ള ഹ്യൂമൻ പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്ത് അതൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 3 രീതിയിലാണ് ബൈ പ്രൊവൈഡിങ് ആൻഡ് ബൈ ഫോളോയിങ് പ്രോഗ്രസീവ് പ്രാക്ടീസസ് ആൻഡ് ഹ്യൂമൻ പോളിസീസ്. അത് തൊഴിലാളികളെ സംബന്ധിക്കുന്ന നിയമങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക ഫോളോ ചെയ്തുകൊണ്ട് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിന്റെ ഇടയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ അവിടെ പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ടാകും എന്നാണ് സ്റ്റീഫൻ ഡൺ പറയുന്നത്. അപ്പൊ സ്റ്റീഫൻ ഡണ്ണിന്റെ ഡെഫിനിഷനും അതിൽ നിന്ന് എടുത്ത ആ 3 വേർഡുകളുടെ എക്സ്പ്ലനേഷനും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഡെഫിനിഷൻ 3 ഇമ്പോർട്ടന്റ് ആണ്, 3 അണ്ടർലൈൻ ചെയ്യുക. അതുകൂടാതെ അട്രാക്ടിങ്, ഹോൾഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്, അതിനെ സംബന്ധിക്കുന്ന എക്സ്പ്ലനേഷൻസും ഇമ്പോർട്ടന്റ് ആണ്, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ? ഹലോ റെസ്പോൺസ് ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സണൽ മാനേജർ എന്ന് വെച്ചാൽ പേഴ്സണലിനെ മാനേജ് ചെയ്യുന്ന ആളാണ് പേഴ്സണൽ മാനേജർ. ആ ഒരു പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി അവർക്കുണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? What are the characteristics or qualities of a personal manager? ഈ പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെയൊക്കെ മാനേജ് ചെയ്യുന്നവർക്ക് വേണ്ട ചില പ്രധാനപ്പെട്ട സവിശേഷതകള്, ഗുണങ്ങള് എന്തൊക്കെയാണ്? അപ്പൊ അവർക്ക് വേണ്ട ചില സവിശേഷതകളും ഗുണങ്ങളും ആണ് അവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇത്തരം സവിശേഷതകളും ഗുണങ്ങളും ഒക്കെ തീർച്ചയായിട്ടും പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കണം. എന്നാലേ ഈ തൊഴിലാളികളുമായിട്ട് പേഴ്സണൽസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ, അവരോട് നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ട ചില സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ആ പേഴ്സണൽ എന്താ പറയാ മാനേജർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റീസ്, അങ്ങനെ തന്നെ പോയിന്റുകളായിട്ട് തന്നെ അവിടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ലൈക്ലി ടു ബി ആൻ ഇഫക്റ്റീവ് അഡ്വൈസർ to the top management, organization matters, as well as being able to organize their own departments. അതായത് ഒരു പേഴ്സണൽ മാനേജർ, അതായത് പേഴ്സണൽസിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ആള് ഓർഗനൈസേഷണൽ തിയറിയിൽ എന്തായാലും സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. വാട്ട് യു മീൻ ബൈ ഓർഗനൈസേഷണൽ തിയറി? എന്താണ് ഈ ഓർഗനൈസേഷണൽ തിയറി എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, അതൊരു ഉൾക്കാഴ്ചയാണ്, ഒരു ഇൻസൈറ്റ് ആണ്. ഹൗ ദ ബിസിനസ് ഓർഗനൈസേഷൻ വർക്ക്, എങ്ങനെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടു പോകുന്നത്,
ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അത് എന്തൊക്കെയാണ് അതിന്റെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, ആൻഡ് ഓൾസോ ഹൗ ദേ അഡോപ്റ്റ് ടു ദ ചേഞ്ചസ്, എങ്ങനെ മാറ്റങ്ങൾക്ക് ഈ ഓർഗനൈസേഷൻ എങ്ങനെ വിധേയമാകുന്നു. പുറത്തുനിന്നുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പുറത്തുനിന്ന് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് പുറത്തുള്ള സാഹചര്യങ്ങളുമായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെ അതിന്റെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു അറിവുള്ള ആളായിരിക്കണം ആര്, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ തിയറിയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. സ്പെഷ്യലിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം വിദഗ്ധൻ അല്ലെ, വിദഗ്ധ അല്ലെങ്കിൽ വിദഗ്ധൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കാർഡിയോളജി, അതിനകത്ത് വിദഗ്ധരായവരെ കാർഡിയോളജിസ്റ്റ് എന്ന് വിളിക്കും അല്ലെ. ഒഫ്താൽമോളജി, കണ്ണിന്റെ കാര്യങ്ങൾക്കൊക്കെ വിദഗ്ധരായവരെ ഒഫ്താൽമോളജിസ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ നമ്മൾ വിളിക്കാറില്ലേ. അപ്പൊ സ്പെഷ്യലിസ്റ്റ് ആണ്, ആ ഒരു പ്രത്യേക ഫീൽഡില് കൃത്യമായ നോളജ് ഉള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ എന്തിന് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം, ഓർഗനൈസേഷണൽ തിയറിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണം പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. ആ സെന്റൻസ് അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തപ്പോൾ അവിടെ വരെ മതി. എവിടെ വരെ, പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷണൽ തിയറി. അവിടെ വെച്ച് നിർത്തിപ്പോ ആ സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ തിയറിയിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് എന്താണ് ഓർഗനൈസേഷൻ തിയറി എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും അറിവുള്ളായിരിക്കണം. ഓർഗനൈസേഷൻ, അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങള്, അത് എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം അതാണ് ഓർഗനൈസേഷൻ തിയറി. ഈ ബിസിനസ് ഓർഗനൈസേഷൻ ഇതിന്റെ കാര്യങ്ങൾ, ഇതിന്റെ ഫങ്ഷൻസ് എന്താണ്, ഇതെങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്, ഇതിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ എന്താണ്, അതിനുവേണ്ടി എന്ത് ചെയ്യണം, അതൊക്കെ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ തിയറി അതറിയണം. അങ്ങനെ അറിവുള്ള ആളായിരിക്കണം പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇവർക്ക് ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇവർക്ക് ആരാണെന്ന് അറിയാമോ, ദേ ആർ ദ ഇഫക്റ്റീവ് അഡ്വൈസർ ടു ദ ടോപ്പ് മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷന്റെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവിടേക്ക് ഒരു അഡ്വൈസറി എന്നതുപോലെ, അഡ്വൈസറി എന്ന് പറഞ്ഞ ഉപദേശകൻ അല്ലെ, എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്, നമ്മുടെ പേഴ്സണൽ മാനേജർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ചില ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അത് ഒരു അഡ്വൈസ് പോലെ, ഒരു അഡ്വൈസർ എന്നതുപോലെ ഒരു എന്താ പറയാ, ഒരു ചില നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ടോപ്പ് മാനേജ്മെന്റിലേക്ക് അറിയിക്കാനും ഉള്ള ഒരു റൈറ്റ്, അവകാശം ആർക്കുണ്ട്, പേഴ്സണൽ മാനേജർക്ക് ഉണ്ട്. ഓക്കെ, അതുകൂടാതെ ഈ പേഴ്സണൽ മാനേജർ തന്റെ ഓൺ ഡിപ്പാർട്ട്മെന്റിനെയും നോക്കിക്കൊണ്ടോണം, അതും ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടോണം. മറ്റുള്ളവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്റെ ഡിപ്പാർട്ട്മെന്റ് കൊളവാൻ പാടില്ല. ഓക്കെ, അപ്പൊ തന്റെ ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യുന്നതിനൊപ്പം ഇഫക്റ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ, ഓർഗനൈസേഷന്റെ മാറ്റേഴ്സിൽ അഡ്വൈസ് ടോപ്പ് മാനേജ്മെന്റിലേക്ക് കൊടുക്കാനും ആൻഡ് ഓൾസോ ഓർഗനൈസേഷൻ തിയറിയിൽ സ്പെഷ്യലൈസ്ഡ് ആകാനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ സെന്റൻസ് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സെന്റൻസ് ആയിട്ട് വായിക്കുമ്പോ നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോ ക്ലിയർ ആകുന്നില്ലേ എന്ന് നോക്കാം, മനസ്സിലാകുന്നില്ലേ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ പറയണം. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും നിർത്തി പറയുന്നത്. ഓക്കെ, പറയാം, ഒന്നുകൂടി പറയാം. അതായത് പേഴ്സണൽ മാനേജർ, സ്പെല്ലിങ് തെറ്റിക്കരുത്. ആ പേഴ്സണലിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ്, PERSONNEL. മീൻസ് പേഴ്സണൽ മീൻസ് തൊഴിലാളി, തൊഴിലാളികളുടെ മാനേജർ എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് ഓർഗനൈസേഷന്റെ തിയറിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണം. ഓർഗനൈസേഷൻ തിയറി എന്താണെന്ന് ഞാൻ ജസ്റ്റ് എക്സ്ട്രാ പറഞ്ഞതാണ്. ഒരു ഓർഗനൈസേഷൻ, അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, അത് ഹൗ ഇറ്റ് റിയാക്ട് ഓർ അഡോപ്റ്റ് ടു ദ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. പുറത്തുനിന്നുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, അതിന്റെ ഫങ്ഷൻസ്, ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ, അതെല്ലാം ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന A to Z കാര്യങ്ങളെല്ലാം അറിവുള്ള ആളായിരിക്കണം പേഴ്സണൽ മാനേജർ. ആൻഡ് ഓൾസോ അതോടൊപ്പം തന്നെ ടോപ്പ് മാനേജ്മെന്റിന് ഓർഗനൈസേഷണൽ മാറ്റേഴ്സിനെ കുറിക്കുന്ന ചില കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ഇയാൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ തന്റെ ഓൺ ഡിപ്പാർട്ട്മെന്റിനെയും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. 3 കാര്യങ്ങളാണ് ഒന്നാമത്തെ സെന്റൻസിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ക്ലിയർ ആയോ? ആഷ്ലി ചോദിച്ചു, ക്ലിയർ ആയോ? യെസ്, ആഷ്ലി. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് എന്താന്ന് നോക്കിയാൽ അവിടെ സെന്റൻസ് വൈസ് തന്നെ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ,
He should be real expertise in personal administration. That means the knowledge of relevant laws, procedures and techniques. ഇനി മാത്രമല്ല ഒരു റിയൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം ഏതിന് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് തൊഴിൽ സംബന്ധമായിട്ടുള്ള അവരുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല ഒരു എക്സ്പേർട്ട് ആയിരിക്കണം, യഥാർത്ഥ എക്സ്പേർട്ട് ആയിരിക്കണം. എന്ന് വെച്ചാൽ അവിടെ വീണ്ടും അതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ബൈ യൂസിങ് എ ഹൈഫൺ. ഹൈഫൺ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നോളജ് അബൌട്ട് ദ റെലവന്റ് ലോസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ്. ആ ഓർഗനൈസേഷനിൽ അവിടെ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട നിയമങ്ങള്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ, ഇതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തൊക്കെ നിയമങ്ങളുണ്ട്, അവിടെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെ ടെക്നിക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചും അറിവുണ്ടായിരിക്കണം. അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളായിരിക്കണം പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നിയമമൊന്നും അറിയാതെ മാനേജ് ചെയ്യാൻ എങ്ങനെ പോകും? ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ റൂൾസ്, റെഗുലേഷൻസ്, മറ്റു കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സും ടെക്നിക്സും അറിയാതെ ആ ആളായിട്ട് എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്? അപ്പൊ അത് അറിയണം അല്ലെ? അറിയില്ലാത്ത കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ ഹി ഷുഡ് ബി എക്സ്പേർട്ട് ഓർ എക്സ്പേർട്ട്, റിയൽ എക്സ്പേർട്ട് ആയിരിക്കണം എന്നാ പറയുന്നത്. Okay, and the third point is that he should have an ample knowledge of behavioral sciences. ഇനി പറയുന്നു ഈ ആൾക്ക് ബിഹേവിയറൽ സയൻസസിൽ ഒരു ആംപിൾ നോളജ് ഉണ്ടായിരുന്നു. എന്താ ആംപിൾ എന്ന് പറഞ്ഞാൽ മതിയായ അറിവുണ്ടായിരുന്നു. എന്തില്? ബിഹേവിയറൽ സയൻസസിൽ. എന്താണ് ബിഹേവിയറൽ സയൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം എംപ്ലോയീസ് അവരുടെ മനുഷ്യന്മാരാണല്ലോ, അവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഈ പെരുമാറ്റച്ചട്ടങ്ങള് മനസ്സിലാക്കി, ഹ്യൂമൻ എംപ്ലോയീസിന്റെ ബിഹേവിയേഴ്സ് ഒക്കെ മനസ്സിലാക്കി അവരുടെ എന്താ പറയാ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ എന്താ പറയാ എനേബിൾ ദം ടു മേക്ക് ടീം വർക്കുകൾ നടത്താൻ വേണ്ടിയിട്ട് അവരെ കഴിവുള്ളവരാക്കുക. ആൻഡ് ഓൾസോ ഇഫക്റ്റീവ്ലി എയിം അറ്റ് ദ കമ്പനീസ് ഗോൾ. ആ ഓർഗനൈസേഷന്റെ ഗോൾ നേടിയെടുക്കാൻ വേണ്ടി ഇവരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക. അതാണ് ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഹ്യൂമൻ റിസോഴ്സസിന്റെ അല്ലെങ്കിൽ പേഴ്സണൽസിന്റെ, തൊഴിലാളികളുടെ ബിഹേവിയർ, മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ പരമാവധി ഉപയോഗിക്കുക. അവർക്ക് എങ്ങനെ ഒരു ഓർഗനൈസേഷന് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കമ്പനിയുടെ ഗോളിലേക്ക് എത്തുക. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? വി ഷുഡ് ഹാവ് ആൻ ആംപിൾ നോളജ് ഓഫ് ബിഹേവിയറൽ സയൻസ്. അപ്പൊ എങ്ങനെയാണ് ഈ എംപ്ലോയീസിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക, ഇവരെ എങ്ങനെ നമുക്ക് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും, എങ്ങനെ ഇവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ ഇവരെ ജോലി പരമാവധി അവരിൽ നിന്നും റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ ഗോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതാണ് ബിഹേവിയറൽ സയൻസ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓർഗനൈസേഷൻ തിയറി, ബിഹേവിയറൽ സയൻസ്. ഇത് ഞാൻ രണ്ടും അതിന്റെ കുഞ്ഞ ഒരു നോട്ട് പോലെ എഴുതി തരാം. എന്നാലും നമുക്കത് വായിക്കുമ്പോ ഇത് ഇന്നതാണെന്നും കൂടി നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പത്രത്തിലെ പൂച്ച പറയുന്ന പോലെ he should have an ample knowledge of behavioral science എന്ന് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്താണ് ബിഹേവിയറൽ സയൻസ്? പിന്നെ നേരത്തെ പറഞ്ഞു സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷണൽ തിയറി. ഓർഗനൈസേഷൻ തിയറിയിൽ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. എന്താണോ ഈ ഓർഗനൈസേഷൻ തിയറി? അത് നമുക്ക് ഒരു കണ്ടൗട്ട് വരില്ലേ? അപ്പൊ ഞാനത് എഴുതി തരാം. ഈ 3 പോയിന്റ് മനസ്സിലായോ എന്ന് പറയും. വേഗാവട്ടെ. ആ 3 പോയിന്റ് മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. ആർക്കെങ്കിലും ക്ലിയർ ആണോ? പറയൂ. യെസ്. ഓക്കെ. ഫോർത്ത് പോയിന്റ് എന്താ? Adanda, he must have an acute sense of social justice and be fully appreciative of the rights and interests of men and women at work, as well as of the economic necessities of the management. ഇനി നാലാമത് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി ഉള്ള ഒരാളായിരിക്കണം. അങ്ങനത്തെ ഒരു സെൻസ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നീതി എവിടെയാണോ, ന്യായം എവിടെയാണോ അതിന്റെ പക്ഷത്ത് നിൽക്കണം. എന്ന് വെച്ചാൽ ഒരു ഡിസ്ക്രിമിനേഷൻ, വിവേചനം ഒന്നും പാടില്ല. മനസ്സിലായ? ചില ആളുകളോട് പ്രത്യേക ഫേവറിസം കാണിക്കുന്നു അല്ലെ, ചിലരോട് ചില പ്രത്യേക രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു. അത് പാടുണ്ടോ? തൊഴിലാളികളുടെ ഇടയിൽ എല്ലാ തൊഴിലാളികളെയും ഒരുപോലെ കാണാനായിട്ട് ശ്രമിക്കണം. അതാണ് സോഷ്യൽ നീഡ്സ് അല്ലെ, സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യ നീതി ഒരു സെൻസ് ഉള്ള ആളായിരുന്നു. ഡിസ്ക്രിമിനേഷൻസ് പാടില്ല. മാത്രമല്ല ഏതെങ്കിലും എംപ്ലോയീസിന് എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ
അപ്രീഷിയേറ്റബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ നല്ലത് കാണുമ്പോൾ എംപ്ലോയീസ് എന്തെങ്കിലും നല്ലതൊക്കെ ചെയ്യുമ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അത് ഉള്ളിൽ നിന്ന് പറയണം, ഓ വെൽ ഡൺ അല്ലെ, നിങ്ങൾ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തു. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അത് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവരെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട രീതിയിലുള്ള അപ്രീസിയേഷൻസ് കൊടുക്കേണ്ട സ്ഥലത്ത് അത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ അത് നമ്മുടെ എന്താ പറയാ മാനേജ്മെന്റിന്റെ എക്കണോമിക് ആക്ടിവിറ്റീസിനെയും അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള നെസസിറ്റീസ് ആവശ്യങ്ങളെ കൂടി അതെന്ത് ചെയ്യുക, ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് സ്ത്രീക്കും പുരുഷനുമൊക്കെ തുല്യ പ്രാധാന്യം തന്നെ നൽകുക. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു അക്യൂട്ട് സെൻസിലായിരിക്കണം പേഴ്സണൽ മാനേജർ പ്രവർത്തിക്കേണ്ടത്. ഫുള്ളി അപ്രീഷിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിന് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും അപ്രീസിയേഷൻസ് കൊടുക്കാനുള്ള അധികാരവും അങ്ങോട്ടുണ്ട്, മെന്നായിക്കോട്ടെ വിമനായിക്കോട്ടെ. ഓക്കെ, അപ്പൊ അതാണ് 4ാമത്തെ പോയിന്റ്. അടുത്തത് ഹി ഷുഡ് ബി കേപ്പബിൾ ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. സ്വന്തമായിട്ട് ഒരു ക്രിയേറ്റീവ് തിങ്കിങ്, മറ്റുള്ളവരുടെ ആശയങ്ങളിൽ പിടിച്ചു തൂങ്ങിയിട്ട് എന്താ പറയാ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ സൊല്യൂഷൻസ് കണ്ടെത്താൻ മറ്റുള്ളവരെ ആശ്രയിക്കുക, അപ്പൊ എന്ത് ചെയ്യും എന്ന് അങ്ങനെ വരാൻ പാടില്ല. ക്രിയേറ്റീവ് തിങ്കിങ് നമ്മൾ എന്താണ്, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തരത്തില് നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കാൻ പറ്റുന്ന ആളായിരുന്നു, അതിന് ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. യുണിക് സൊല്യൂഷൻസ് എന്ന് വെച്ചാൽ ഒരു നമുക്ക് ആരെയും എന്താ പറയാ വിഷമിപ്പിക്കാത്ത രീതി, എംപ്ലോയീസിനെ ആയിക്കോട്ടെ മാനേജ്മെന്റ് ആയിക്കോട്ടെ വിഷമിപ്പിക്കാത്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ള യുണീക്ക് സൊല്യൂഷൻസ് തന്റേതായ രീതിയിൽ മറ്റുള്ളവരെ ഫോളോ ചെയ്തിട്ടില്ല, അവർ ചെയ്ത പോലെ അല്ലേ, അങ്ങനെയല്ല, നമ്മൾക്ക് നമ്മുടേതായ രീതിയിലുള്ള ഒരു എന്താ പറയാ ഒറ്റപ്പെട്ട ഒരു സൊല്യൂഷൻ അതിന് കണ്ടെത്താനായിട്ട് സാധിക്കും. യുണീക്കായിട്ട് ചിന്തിക്കണം അല്ലെ, യുണീക്കായിട്ടല്ലേ ചിന്തിക്കണ്ടേ അല്ലെ. ഇപ്പൊ ചില കാര്യങ്ങൾ പറയും, ഐഡിയാസ് എല്ലാവർക്കും ഒരുപോലെയല്ല, പല പല ഐഡിയാസ് പല തലകളല്ലേ, അപ്പൊ ഓരോ ഡിഫറെന്റ് ഐഡിയാസും ഓരോ ആളുകളുടെ തലയിൽ ഉദിക്കോ. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കൂട്ടായിട്ടുള്ള ചില ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ ആളുകൾ നടത്തുന്നത്. കാരണം എന്താ, ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ ഗ്രൂപ്പായിട്ട് പല പല തലങ്ങളിൽ നിന്നും പല പല കാര്യങ്ങൾ ഐഡിയാസ് ആയിട്ട് പുറത്തു വരും. സോ ഈ എല്ലാ ഐഡിയാസും കൂടി നമുക്ക് ഫോർമുലേറ്റ് ചെയ്ത് പുതിയൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ, അങ്ങനെയായിരിക്കും. പക്ഷെ ഇവിടെ ഒരു പേഴ്സണൽ മാനേജർ പേഴ്സണൽസുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്, പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിച്ച് എടുക്കാനായിട്ട് ചിന്തിച്ച് എടുക്കാനായിട്ട് പറ്റുന്ന ഒരാളായിരിക്കണം എന്നാണ് പറയാം. ആൻഡ് ഹി ഷുഡ് ഹാവ് എ നോളജ് ഇൻ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ്. സ്വന്തമായിട്ട് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക് തന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള ടെക്നിക്ക് പുള്ളിക്കുണ്ടായിരിക്കണം. പിന്നെന്താ, കേപ്പബിൾ ഓഫ് ലീഡർഷിപ്പ്. ഒരു ലീഡർ എന്ന രീതിയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. എന്ന് വെച്ചാൽ അയ്യോ എന്തെങ്കിലും വരുമ്പോ അയ്യോ ഞാനില്ല അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറുകയല്ല. ഒരു ലീഡർ എന്ന രീതിയിൽ മുന്നിൽ ലീഡർ എന്ത് ചെയ്യണം, ഇപ്പൊ ലീഡർ എന്ത് ചെയ്യണം, അപ്പോ ആദ്യം ആക്റ്റീവ് ആവണം അല്ലെ, ലീഡറാണ് ആദ്യം ഓണാവണ്ടേ, എന്നാലും ബാക്കിയുള്ളവർ കൂടെ ഓണാവുള്ളൂ അല്ലെ. ലീഡർ സൈലന്റ് ആയി പോയി എന്ത് പറ്റൂ, പിന്നെ നമ്മളും അങ്ങനെ തന്നെ ആകും അല്ലെ. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കേണ്ട ആളാണ് പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. Then he should be friendly, tactful and approachable in nature. എന്താണ് ഫ്രണ്ട്ലി ആയിരിക്കണം. ഇപ്പില്ലേ പേഴ്സണൽ മാനേജർ, ഞാനൊരു ഓർഗനൈസേഷനിലെ തൊഴിലാളികളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു പേഴ്സണൽ മാനേജർ ആണെന്ന് എനിക്ക് വിചാരിക്കാം. ഞാൻ അങ്ങനെ ഭയങ്കര മസിലൊക്കെ പിടിച്ചൊക്കെ നടന്ന് അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് എംപ്ലോയീസുമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, വലിയ ഇതൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലെ. നമ്മളൊരു ഫ്രണ്ട്ലി മാനറിൽ അവരോട് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ട് എന്താ പറയാ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരൊരു ഫ്രണ്ട്ലി ഒരു ബന്ധം അല്ലെ, ഒരു റിലേഷൻ അവരുമായിട്ട് സ്ഥാപിച്ചാൽ അവർക്ക് ഏത് സമയവും നമ്മളെ അപ്രോച്ച് ചെയ്ത് അവരുടേതായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ എന്ത് ചോദിക്കും, അവരിന്നെല്ലാം മനസ്സിൽ മൂലം കൂട്ടി പെട്ടിട്ട് വെപ്പിച്ച് അവിടെ ഇരിക്കും അല്ലെ. പിന്നീട് വലിയൊരു ബോംബായിട്ട് അവർ കൊടുത്തിരിക്കും. അതിനേക്കാൾ നല്ലത് ഏതായിരിക്കും അല്ലെ, ചെറുതായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു പടക്കങ്ങൾ പോലെ പൊട്ടിത്തെറിക്കുന്നതാണ് വലിയൊരു ബോംബ് ഒരുമിച്ച് പൊട്ടുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഡീൽ ചെയ്ത് അവിടെ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ സമീപിക്കാം, ഒരു കുഴപ്പമില്ല, നമ്മുടെ ഫ്രണ്ട്ലി ആണ്, നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട എന്നുള്ള ആ ഒരു നേച്ചർ, ആ ഒരു കാര്യമാണ് ഒരു എന്താ പറയാ പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ എന്ത് ചോദിക്കും, എന്ത് കാര്യങ്ങള് ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഇടയിലോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാലും അവിടെയൊക്കെ തന്നെ വന്ന് നമ്മളെ നോട്ടീസ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസിഷൻസ് എടുക്കാനും സോൾവ് ചെയ്യാനൊക്കെ എടുക്കാൻ സാധിക്കും. പിന്നെ എന്താ, ഹാവ് ഇനീഷ്യേറ്റീവ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. ഡിസിഷൻ തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം പേഴ്സണൽ മാനേജർ ആയിട്ട് ഉണ്ടാകേണ്ടത്. ഹി ഷുഡ് ബി കേപ്പബിൾ ഓഫ് ടു ജനറേറ്റ് ട്രസ്റ്റ് അമംഗ് ദ കൊളീഗ്സ്. തന്റെ കൂടെയുള്ള കൊളീഗ്സ് മീൻസ് കോവർക്കേഴ്സ് അല്ലെ, കൂടെയുള്ള ജോലിക്കാരുമായിട്ട് ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം.
ട്രസ്റ്റ് എന്താ? വിശ്വാസം. വിശ്വാസം അതല്ല എല്ലാം അല്ലെ? ഒരു വിശ്വാസം നഷ്ടപ്പെട്ടാൽ തകർച്ചയുടെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. വിശ്വാസം എന്നുള്ളത് നശിപ്പിക്കാൻ പാടില്ല. നമുക്ക് എല്ലാവരും പരസ്പരം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും. അവിടെ വിശ്വാസത്തിന് ഏതെങ്കിലും തരത്തില് വിള്ളൽ സംഭവിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ നമുക്കതിനെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് അച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോ കൊളീഗ്സിന്റെ ഇടയിൽ തന്നെ കോവർക്കേഴ്സിന്റെ ഇടയിൽ യു ഷുഡ് ജനറേറ്റ് സം ട്രസ്റ്റ്, അതായത് വിശ്വാസം ഉറപ്പിക്കണം. നമുക്ക് വിശ്വസിക്കാവുന്ന ആളാണ് നമ്മുടെ പേഴ്സണൽ മാനേജർ എന്ന് കൊളീഗ്സിന് തോന്നണം. എന്നാലേ നമ്മളോട് പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്യുള്ളൂ. നമുക്ക് അവരുടെ ആ ഒരു ഷെയറിങ്ങിന് നമുക്ക് പങ്കുചേരാനും പറ്റുള്ളൂ. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ ആയിരിക്കണം. ഓക്കെ, he should be ready to cooperate with the subordinates in times of difficulty. തന്റെ കൂടെയുള്ള ജോലിക്കാർക്ക്, തന്റെ താഴെ പ്രവർത്തിക്കുന്ന ജോലിക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വന്നാൽ അവരുമായിട്ട് എപ്പോ വേണമെങ്കിലും കോപ്പറേറ്റ് ചെയ്യാൻ, സഹകരിക്കാൻ റെഡി ആയിരിക്കും. മനസ്സിലായോ? അല്ലാതെ എനിക്കിപ്പോ സമയമില്ല, ഞാൻ പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ എന്നൊന്നും അല്ല പറയേണ്ടത്. അവരെ ഏത് വിഷമ സന്ധികളിലും അല്ലെങ്കിൽ വിഷമ ഘട്ടങ്ങളിലും അപ്രോച്ച് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും അവരോട് സഹകരിക്കാനും റെഡി ആയിട്ടുള്ള ആളായിരിക്കണം പേഴ്സണൽ മാനേജർ. മാത്രമല്ല, he should be prompt enough to give them feedback in their handling of personal matters. അതായത് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എന്താ പറയാ, ആവശ്യത്തിന് ഫീഡ്ബാക്ക് കൊടുക്കുക. മാത്രമല്ല, നെസസറി ആവശ്യമാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് ഫംഗ്ഷനിങ് ഓർഗനൈസേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പേഴ്സണൽ പോളിസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് അവിടുത്തെ എന്താ പറയാ ഓർഗനൈസേഷന്റെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന പോളിസീസ്, നയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളും അതിന്റെ ഫംഗ്ഷൻസും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറയാ താല്പര്യം ഉണ്ടെങ്കിൽ ഇവർക്ക് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാനൊക്കെ എന്താ പറയാ ഒരു അധികാരവും നമ്മുടെ പേഴ്സണൽ മാനേജർക്ക് ഉണ്ട്. ആവശ്യത്തിന്, അതായത് ഓർഗനൈസേഷന്റെ നിയമങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഫീഡ്ബാക്ക് ആയിട്ട് അവരെ അറിയിക്കാനും നമ്മുടെ പേഴ്സണൽ മാനേജർ തയ്യാറാവണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അതിൽ ഞാൻ ആദ്യത്തെ സെന്റൻസ് നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. അതുകൂടാതെ നമുക്ക് ആ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളില്ലേ, ചെറിയ ചെറിയ പോയിന്റുകൾ ഒരു 3-4 ഉണ്ടല്ലോ. He should be capable of creative thinking തുടങ്ങി he should be able to generate trust among colleagues എന്ന് പറയുന്നത് വരെ അതുകൊണ്ട് അത്രയും ഭാഗം അതിനകത്ത് ഇത്രയും ക്വാളിറ്റീസിൽ വരുന്നത് ഏതാണ് വരാത്തത് ഏതാണെന്നൊക്കെ പറഞ്ഞത് ചോദിക്കാം. വലുതല്ല ചെറുത്. പറഞ്ഞത് മനസ്സിലായോ? കേപ്പബിൾ ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന പോയിന്റ് മുതൽ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി among his colleagues, trust among his colleagues എന്ന് പറയുന്ന പോയിന്റ് വരെ ബ്രാക്കറ്റിൽ ആരാ പറഞ്ഞു? അത് പേഴ്സണൽ മാനേജറിന്റെ ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സിൽ വരാവുന്നത് ഏത് അല്ലെങ്കിൽ വരാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതുകൊണ്ട് ആണെന്നും ബ്രാക്കറ്റ് ഇട്ട് വെച്ചേക്കാൻ പറഞ്ഞു. ക്ലിയർ ആയോ? ക്ലിയർ. ഇനി നിങ്ങൾ എഴുതേണ്ട കാര്യം ഞാൻ പറയാം. അവിടെ എവിടെയെങ്കിലും ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിലോ നോട്ട് ബുക്ക് എടുത്തേക്കാൻ അങ്ങനെയാണെങ്കിൽ അവിടെ എഴുതിക്കോ, കുഴപ്പമില്ല. 4ാമത്തെ പോയിന്റ്, അതായത് സോഷ്യൽ ജസ്റ്റിസ്, ഒരു സെൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. സാമൂഹ്യപരമായിട്ടുള്ള നീതി. അന്യായം കണ്ടു കഴിഞ്ഞാൽ അന്യായമാണെന്ന് പറയാനായിട്ട് പറ്റണം. നീതി, ന്യായം, അതിനൊക്കെ ഒരു അക്യൂട്ട് സെൻസ്, ന്യായത്തെ കുറിച്ച് ബോധ്യമുള്ള ഒരാളായിരിക്കും. എന്നായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആണുങ്ങളെ പ്രശംസിക്കുന്നു, പെണ്ണുങ്ങളായതുകൊണ്ട് അവർക്ക് പ്രശംസ വേണ്ട എന്നല്ല. ഏത് രീതിയിലുള്ള നല്ല കാര്യങ്ങൾ വർക്കേഴ്സ് ചെയ്താലും എംപ്ലോയീസ് ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ യാതൊരു മടിയും കാണിക്കേണ്ട. ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ബേസിസിൽ അത് വേണ്ട, ഇന്നവർക്ക് കൊടുക്കണം ഇന്നവർക്ക് വേണ്ട എന്നുള്ള രീതി പോകാൻ പാടില്ല. അതുകൊണ്ട് സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് അക്യൂട്ട് സെൻസ് ഉള്ള ആളായിരിക്കണം എന്നാണ് 4th പോയിന്റ് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ചോദിച്ചതാരാ? ചോദിച്ചാൽ 4th പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഓർഗനൈസേഷണൽ തിയറി എഴുതാം, എന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് ഹൈഫനിട്ട് എഴുതിക്കൊള്ളുക. ഓർഗനൈസേഷണൽ തിയറി ഒരു ഹൈഫനിട്ട് എഴുതാം. എ ഡിസിപ്ലിൻ ദാറ്റ് പ്രൊവൈഡ്സ് എ ഡിസിപ്ലിൻ that provides insight, ഉൾക്കാഴ്ച, INSIGHT, insight,
insight in how business and organizations how business and organizations functions functions comma develop എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ ഡെവലപ്പ് ആകുന്നു develop and adapt to changes adapt adapt to changes in the external environment environment എന്നാണ് എഴുതുന്നത് പക്ഷെ അവിടെ ആറ് സൈലന്റ് ആണ് environment കിട്ടിയോ a discipline that provides insight in how business and organizations functions comma develops and adapt to changes in the external environment. ഒരു ബിസിനസ് എങ്ങനെ ബിസിനസ്സും ഓർഗനൈസേഷൻസും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ വികസിക്കുന്നു, എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് അതിന്റെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, അതിന്റെ ഒരു ഉൾക്കാഴ്ചയാണ് ഏത് ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുന്നത്. അതിനെ കുറിച്ചൊരു നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണം പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബിഹേവിയറൽ സയൻസ്. ഒന്ന് എഴുതി വെക്കുക, ബിഹേവിയറൽ സയൻസ്. ബിഹേവിയറൽ സയൻസ് എന്താണെന്ന് എഴുതാം, എഴുതാം. Is the application of studies, is the application of studies what motivates employees, motivates employees comma how to make them work more effectively to achieve company's goal. To achieve, ACHIEVE, achieve company's goal. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ബിഹേവിയറൽ സയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയീസിന്റെ ബിഹേവിയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരിൽ നിന്ന് പരമാവധി അവരെ എന്താ പറയാ ഒരു ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് അവരെ ആക്കി മാറ്റാം എന്നതിനെ കുറിച്ചിട്ടുള്ള പഠനം, അതാണ് ബിഹേവിയറൽ സയൻസ്. അപ്പൊ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, അതന്നെ മനസ്സിലായി. അങ്ങനെ ഓരോ എംപ്ലോയീസിനെയും അപ്പൊ എല്ലാവരെയും കളക്റ്റീവായിട്ട് ഒരാളെ വ്യക്തിപരമായിട്ടല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ആ ഇപ്പൊ എംപ്ലോയീസിന്റെ അവർ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് എംപ്ലോയീസിന്റെ വർക്ക് വന്നില്ല എന്ന് വിചാരിക്കാം. ഏത് ബിസിനസ് ഓർഗനൈസേഷനും ഓരോ ജോലിക്കാരെ പുതിയതായിട്ട് നിയമിക്കുമ്പോഴേ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു എയിം ഉണ്ട്. ഈ എംപ്ലോയിൽ നിന്ന് ഇത്രയെങ്കിലും നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ അറിയാം, ഒരു ജോലിയിൽ ആദ്യമായിട്ട് പ്രവേശിക്കുന്ന എംപ്ലോയീസ് റിക്രൂട്ട് ചെയ്യപ്പെടുമ്പോ എല്ലാം അറിഞ്ഞിരുന്നിട്ട് വരുന്നവരല്ല, പുസ്തകത്തിൽ വായിച്ച് പഠിച്ചത് മാത്രമായിട്ടാണ് നമ്മൾ വരുന്നത്. നിങ്ങളും ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നു, ഇതൊരു കോഴ്സ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ബുക്കുകളിലുള്ളത് നിങ്ങൾ വായിക്കുന്നു, പഠിക്കുന്നു, എക്സാമിനൊക്കെ എഴുതുന്നു. പക്ഷെ പ്രാക്ടിക്കൽ തലത്തിലേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഡിഫറൻസ്. നിങ്ങളിവിടെ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി നമ്മളിൽ നിന്നും ഉള്ളിൽ നിന്ന് വരേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത് അവിടേക്ക് ചെല്ലുമ്പോ പുസ്തകത്തിൽ പഠിച്ചതും അതുപോലൊപ്പം തന്നെ നമ്മളുടേതായിട്ട് ഉള്ളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഒരു ജോലിയായി മാറുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നല്ല രീതിയിലാവുള്ളൂ. അത്
കൃത്യമായിട്ട് പുറത്തേക്ക് എടുക്കാനായിട്ട് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി അങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യാം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു, അത് പഠിക്കുന്നു. അതാണ് ബിഹേവിയറൽ സയൻസ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? 2 പേജ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒരുപാട് വട്ടം നമ്മള് ഓരോ കാര്യവും സെന്റൻസുകളും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്തായിരിക്കും? ഇനി കൂടുതൽ നമ്മൾ എടുത്താൽ ബോറടിച്ച് നാശം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താണ്. ഓക്കെ, 2 പേജ് എടുത്തിട്ടുള്ളൂ. അടുത്ത എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട എന്താ ഞാൻ പറഞ്ഞേ, നിങ്ങൾ എന്ത് ചെയ്യണം? മ്യൂട്ട് മാറ്റി ഞാൻ പറയാമോ ആരെങ്കിലും? മോക്ക് ടെസ്റ്റ് തരും, അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യില്ല. അത്രയുള്ള ആണോ? ടെക്സ്റ്റ് വായിക്കുക. യെസ്, വെരി ഗുഡ്. അത് തന്നെ, നന്നായിട്ട് അതൊന്ന് വായിച്ചു നോക്കണം. കാരണം ഇത് നമ്മള് ഈ പുസ്തകം എന്താ പറയാ മോക്ക് ടെസ്റ്റ് തരുന്നു, ആ ക്വസ്റ്റ്യൻ നോക്കി ഇത് എവിടെയാണോ ഈ സെന്റൻസ് തന്നെ, അപ്പൊ അത് എഴുതി അത് ക്ലിക്ക് ചെയ്തു, 5 എണ്ണം അങ്ങനെ ക്ലിക്ക് ചെയ്ത് ആൻസർ ബോക്സ് ആണ് ഇന്നത്തെ പരിപാടി തീർന്നു. അങ്ങനെയല്ല, അത് നമുക്ക് മോക്ക് ടെസ്റ്റ് നമ്മൾ അന്ന് കേട്ടത് എന്താണോ അത് മാത്രം, അതിൽ നമ്മൾ എന്താ പറയാ ഒരു ടെസ്റ്റ് പേപ്പർ എന്നുള്ള രീതി മാത്രമാണ്. അതേസമയം ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ജോലിക്ക് പോകുന്ന പ്രാക്ടിക്കൽ സെഷനിൽ ഉപകാരപ്പെടും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ട കുറെ കാര്യങ്ങള് ഇവിടെ ഇത് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നന്നായിട്ട് വായിക്കണം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ സെക്കൻഡ് മോഡ്യൂളിൽ വായിച്ച അത്രയും ഈസി ആയിട്ട് നമുക്ക് ഇതിനെ വിടരുത്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, സോ സീ യു. ഓക്കെ.